ഓക്കെ. ഗുഡ് മോർണിംഗ് നുസ്രത് മാഡം. മോർണിംഗ്. ഒരുപാട് നന്ദി ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഇനീഷ്യേറ്റീവ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് എൻ്റെ അപ്ലൈൻ ലീഡർ തന്നെ ഇനീഷ്യേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ സന്തോഷം ഉണ്ടാകുമല്ലോ. എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയും കൂടാണ്. അപ്പൊ എൻ്റെ പേരൊന്ന് പരിചയപ്പെടുത്താം, മുംതാസ് എന്നാണ്. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് 4 വർഷം 5 വർഷത്തോളായി. അൽഹംദുലില്ലാ, തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ ഈ ഒരു ഡ്രസ്സിങ്ങിൽ, ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വരുമാനം, അതുപോലെ തന്നെ നാലാളെ മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഒരു 100 ആൾ, 200 ആൾ, 1000 ആള്, 1 ലക്ഷം ആള് എൻ്റെ മുമ്പിലുണ്ടെങ്കിലും എനിക്ക് സംസാരിക്കാൻ പറ്റും. ഈ ഒരു ബിസിനസ്സിൽ വന്ന സമയത്ത് എനിക്ക് സൂറാമ്മയുടെ എന്നെ വിളിക്കുമോ എന്ന് വിചാരിച്ചിട്ട് വരെ ഞാൻ പ്രോഗ്രാമിൽ കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സൂറാമ്മയുടെ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും സംസാരിക്കണ്ടേ, അല്ലെങ്കിൽ നുസ്രത്ത് എന്നെ വിളിച്ചാൽ ഞാൻ എന്തെങ്കിലും സംസാരിക്കണ്ടേ? അത്രയും പേടിയായിരുന്നു എനിക്ക്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത്രയും കോൺഫിഡൻസോട് കൂടി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഇവിടുന്ന് കിട്ടിയുള്ള ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, നിങ്ങളെ ഓരോരുത്തരും അത്രയും ഇനീഷ്യേറ്റീവ് എടുത്തിട്ടായിരിക്കും ഈ പ്രോഗ്രാമിലേക്ക് ഇന്ന് നിങ്ങളൊക്കെ കയറിയിട്ടുണ്ടാകുക അല്ലേ? അപ്പോൾ എന്നെ പോലത്തെ ഒരു സാധാരണ വീട്ടമ്മ, കുറേ ആളുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് അറിഞ്ഞത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. 16ാം വയസ്സ് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ ഗൾഫിലായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല എൻ്റെ ലൈഫിൽ. പിന്നെ ഉമ്മുൽ ഹൈറാം മേഡാണ് എനിക്ക് ഈ ഒരു ബിസിനസ് അവസരം തന്നത്. അപ്പോൾ ഉമ്മുൽ ഹൈറാം മേഡം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട്, എനിക്ക് കാറ് കിട്ടും, ടൂറ് പോകാം, ഒരു പാസീവ് ഇൻകം കിട്ടും. അപ്പോൾ ഇവരിങ്ങനെ പറയുമ്പോൾ എനിക്കൊന്നും എൻ്റെ തലയിൽ കയറുന്നൊന്നുമില്ല. ഇങ്ങനെ ആ, പറയുന്നത് ഞാൻ ആ സമയത്ത് കേട്ട് പിന്നെ അവരങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു അമലാക്കിയാൻ്റെ നെല്ലിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മോന് കരഞ്ഞ സമയത്ത് എൻ്റെ കയ്യിലൊറ്റ പൈസയില്ല. അപ്പോൾ ഹസ്ബൻഡ് ഗൾഫിലാണ്, മക്കളൊക്കെ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കണം മാസം അവസാനമാകുമ്പോൾ. എല്ലാ ഗൾഫുകാരുടെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. അവസാനം വെച്ചിട്ട് നമ്മളെ കയ്യിലൊന്നും പൈസ ഉണ്ടാവില്ല. അങ്ങനെ ഞാനത് വാങ്ങിച്ച് കൊടുത്തിട്ടില്ല മോന്. അപ്പോൾ അവർ പോവുകയും ചെയ്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചു. പക്ഷെ ഇവർ പോയതിന് ശേഷം ഞാനിങ്ങനെ നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആരോ എൻ്റെ അടുത്ത് വന്ന് പറയും പോലെ എനിക്ക് തോന്നുകയാണ്, നീ കുറേ കാലം ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടില്ല ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട്, അതിന് ദൈവം നിനക്ക് തന്നൊരു അവസരമാണ്, അത് നീ അത് ചെയ്തോ. അങ്ങനെ ഞാൻ ആ സ്പോട്ടിൽ തന്നെ മുൻഹേറാമത്തിന് വിളിച്ചു. എനിക്കിങ്ങനെ താല്പര്യമുണ്ട്, എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊരു അലർജീൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കുറേ ഡോക്ടർമാരെ കാണിച്ചിട്ട് എനിക്കൊരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ അതിനൊരു 2 ആഴ്ച മുമ്പ് ഞാനൊരു വൈദ്യരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 2 മണിക്കൂർ എനിക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും എൻ്റെ മെയിലിലുണ്ട്. അപ്പോൾ മുനേറാൻ മേഡം വന്നിട്ട് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും അതിനിടയിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പ്രൊഡക്റ്റ് വേണം, അങ്ങനെ ഞാൻ ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്. അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, എൻ്റെ അലർജി കംപ്ലീറ്റ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് മാറി. പിന്നെയാണ് ഇവർ നിർബന്ധിച്ചിട്ട് എന്നെ ഒരു മീറ്റിങ്ങിന് കൊണ്ടുവന്നത്. അന്നൊക്കെ നമുക്ക് സൂമിൽ മീറ്റിംഗ് ഒന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പുറത്ത് പോകാൻ എന്നെ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ സൂമില്ലാത്തത് കൊണ്ട് മോനെയും കൊണ്ട്, അന്ന് പാല് കുടിക്കുന്ന മോനാണ്, ചെറിയ മോനാണ്, മോനെയും കൂടി ഞാനൊരു മീറ്റിംഗ് പോയി അറ്റൻഡ് ചെയ്തു. ആ മീറ്റിങ്ങിൽ എന്നെക്കാളും കഴിവില്ലാതെ, എൻ്റെ അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത ഓരോരോ വ്യക്തികൾ ഈ ഒരു ബിസിനസ്സിലൂടെ ഇത്ര വരുമാനം, കാറൊക്കെ കിട്ടി എന്നുള്ള അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ കേട്ട് അവിടുന്ന് വന്ന് അന്ന് രാത്രി തന്നെ ഉമ്മൽഹേറാൻ വേണ്ടി എനിക്ക് വേറൊരു വ്യക്തിൻ്റെ, ജെസ്സി പീറ്റർ എന്ന് പറഞ്ഞ ആ ചേച്ചിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് വിട്ടുതന്നു. അപ്പോൾ 3ാം ക്ലാസ് വിദ്യാഭ്യാസം, 21 ഇന്റർനാഷണൽ ട്രിപ്പ് പോയി, മാസം 2 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്നുണ്ട്. അതൊക്കെ കേട്ട സമയത്ത് പിന്നെ എൻ്റെ ഉറക്ക് പോയി. പിന്നെ എൻ്റെ ലക്ഷ്യം വെച്ചാൽ എനിക്കൊരു കാറ് വാങ്ങിക്കണം, ഇതിൻ്റെ അകത്ത് കാറ് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ഫോൺ എടുത്തിട്ട് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മുൽഹേറാമോട് ചോദിച്ചിട്ടോ, ഞാൻ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു നിനക്ക് ഇഷ്ടമുള്ള പൈസക്ക് പർച്ചേസ് ചെയ്തോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനല്ല, നിങ്ങൾ പറയുന്നത് ഞാൻ പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു 15,000 രൂപക്ക് പർച്ചേസ് ചെയ്ത് FSP ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി. അങ്ങനെ പ്രൊഡക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വന്ന സമയത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഈ ബിസിനസ് ഒന്നും ഇങ്ങനെ വിറ്റ് നടക്കണ്ടേ, വിറ്റ് നടന്നിട്ട് പൈസ ഉണ്ടാക്കണ്ടേ. വിറ്റ് നടക്കുക എന്ന് പറയുന്നത് ഞാൻ ഈ ബിസിനസ്സിൽ വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് അതൊന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ വേറെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് കൊടുക്കല്ലോ, അത് ഞാൻ ഇന്ന് വരെയും ചെയ്തിട്ടില്ല. അന്നും ചെയ്തില്ല, ഇന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ അന്നേ ഞാനൊരു തീരുമാനം എടുത്തത്, ഇത് ഞാൻ വിറ്റ് നടക്കൂല എന്നുള്ളത്. അന്ന് ഫാമിലിയോട് ഞാനൊരു ഇത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത് വിറ്റ് നടക്കുന്ന പരിപാടിയൊന്നും ഞാൻ ചെയ്യൂല എന്നുള്ളത്. അങ്ങനെ ഈ ഒരു 15,000 രൂപേൻ്റെ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ട് 5,000 രൂപേൻ്റെ സാധനം ഞാൻ തന്നെ എടുത്തു.
പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് കുറച്ച് കൊണ്ടുപോയി അവരൊക്കെ കുറച്ച് എൻ്റെ അടുത്ത് വാങ്ങിച്ചു. പിന്നെ അല്ലാതെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടേ അല്ല. എന്താ കാരണം ഇതിന് ഒരു വർഷത്തെ പിന്നെ നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പ്രോഡക്റ്റിനും. ഇതിപ്പോൾ ആരും വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ യൂസ് ചെയ്താൽ മതിയല്ലോ. നമ്മുടെ ഹസ്ബൻഡുമാരൊക്കെ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് 50,000 രൂപക്കൊക്കെ സാധനം കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും അറിയില്ലായിരുന്നു ഇത്ര പൈസക്ക് ഇവർ വാങ്ങിക്കുന്നുണ്ടെന്നില്ല. പക്ഷെ ഒരു 15,000 മുടക്കിയ സമയത്ത് എനിക്ക് നല്ല പേടി ബേജാറുണ്ടായിരുന്നു കേട്ടോ. മനസ്സിലുണ്ട്, പക്ഷെ ഇതാർക്കും കൊടുക്കണം. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, അന്ന് ഈ ഉമ്മുൽ ഹെറാമായിട്ട് എന്നെ കൊണ്ട് ഈ 15-ന് ഇത് എടുപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കൂലായിരുന്നു. അതവിടെ ഉണ്ട്. ഞാനൊരു 2,000 5,000-നോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ബിസിനസ് ഞാൻ ചെയ്യൂല. കാരണം എനിക്ക് അത്രയും പ്രശ്നങ്ങളായിരുന്നു വീട്ടിൽ വന്ന സമയത്ത്. അന്ന് അത് എടുത്തത് കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടായത്. അത് നിങ്ങൾക്ക് ഇതിൽ വരുന്ന സമയത്ത് ഒരു 5,000-നും 10,000-നും 15,000-നും ഒക്കെ എടുക്കുന്ന ആളുകൾ ഒരിക്കലും പേടിക്കണ്ട. അത് നമ്മളൊരു ലേഡീസ് ആവുന്ന സമയത്ത് നമ്മൾ കുറച്ച് കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയാൽ നമുക്ക് നല്ല ചൂടുണ്ടാവും. അപ്പൊ നമ്മളിത് എന്താ കൊടുക്കാനും തയ്യാറാവും. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം, ഞാൻ ഇത് 15-ന് മുടക്കി വീട്ടിലൊക്കെ പ്രശ്നമാണ്. അപ്പൊ പിന്നെ എനിക്കിതിൽ സക്സസ് ആയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഈ ബിസിനസ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയല്, ഞാൻ 1,00,000 രൂപ വരുമാനം ഒരു കാറ് ഞാൻ, എനിക്ക് ബിസിനസ് എന്താണെന്ന് തന്നെ അറിയില്ല, 1,00,000 രൂപ വരുമാനം ഒരു കാറ് ഞാൻ വാങ്ങിക്കും. ഞാൻ മീറ്റിംഗ് കേട്ടിട്ട് ഈ ഒരു മോട്ടിവേഷനാണ് എൻ്റെ മൈൻഡിലുള്ള മൊത്തം. ആ, അന്നിങ്ങനെ സൂമിലൊന്നും മീറ്റിംഗ് ഇല്ലല്ലോ, നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് മൊത്തം അവിടെ തന്നെ ആയിരിക്കും. മാസത്തിൽ ഒന്നോ രണ്ടോ മീറ്റിംഗ് ആണ്, കുറേ മീറ്റിംഗ് ആണ്, പക്ഷെ ഞാനൊരു മീറ്റിങ്ങിനൊക്കെയാണ് പോകല്. അത് തന്നെ പോയത് എന്ന് പറയുന്നത് ഇതിൽ ഞാൻ പറയാത്തതാണ് നല്ലത്. അങ്ങനെയൊക്കെയാണ് ഞാൻ വീട്ടിൽ നിന്ന് പോവുക. പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വന്നാൽ പിന്നെ എനിക്ക് ഉറക്ക് വരില്ല. പിന്നെ ഞാൻ വിളിക്കുന്ന ആളുകളോടൊക്കെ പറയില്ല 1,00,000 രൂപ വരുമാനം ഒരു കാറ് ഞാൻ വാങ്ങിക്കുന്ന. അങ്ങനെ ആളുകളോട് പറഞ്ഞ സമയത്ത് ആളുകൾ എന്നെ കളിയാക്കാൻ തുടങ്ങി. നിന്റെ കാർ എവിടെ, നിന്റെ ലക്ഷ്യം എവിടെ, ലക്ഷം വരുമാനം എവിടെ. അവരാണ് ശരിക്കും ഒരു വർഷം കൊണ്ട് മോദി കെയറിലൂടെ നല്ലൊരു വരുമാനം, അതുപോലെ തന്നെ 14 ലക്ഷത്തിന്റെ കാറൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, കാറ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ 1,15 ലക്ഷത്തിന്റെ ഒരു ആക്റ്റീവ വണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മലേഷ്യൻ ട്രിപ്പ് ഒരു പൈസ ഇല്ലാതെ പോവാൻ ഈ ഒരു അവസരം 5 മാസം ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കളിയാക്കിയ ആളുകളാ, അല്ലാതെ എൻ്റെ കഴിവൊന്നല്ല. അങ്ങനെ കളിയാക്കുമ്പോൾ ഒരു വാശിയായിരുന്നു, എനിക്കിത് വാങ്ങിച്ചെടുക്കണം, വാങ്ങിക്കണം. അങ്ങനെ നിങ്ങൾ ഇത് കളിയാക്കുന്ന സമയത്ത് നമ്മൾ തളരല്ല വേണ്ടി, അവരെ മുമ്പിൽ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് നമ്മൾ ചിന്തിക്കുക. ഈ കളിയാക്കലൊന്നും കിട്ടാത്ത കുറെ ആളുകൾ ഇതിൻ്റെ അകത്തുണ്ടാവും. അതെന്താണെന്നറിയോ? ആരോടൊന്നും പറയാതിരിക്കുന്നുണ്ടാ. നിങ്ങൾ ഈ ബിസിനസ്സിൽ വരിക, നിങ്ങൾ പറഞ്ഞു നോക്ക്, ഞാൻ 1,00,000 രൂപ വരുമാനം ഒരു കാറൊക്കെ വാങ്ങിക്കുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. പക്ഷെ ആളുകൾ കളിയാക്കാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് ഈ ഒരു എൻ്റെ സക്സസ്, ഞാനത് എനിക്ക് അതാണ് എൻ്റെ സക്സസ്. ഞാനിതിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കാരണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കമ്പനിയെ പറ്റി, നമ്മളൊരു കമ്പനി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഈ കമ്പനിയെ പറ്റി പഠിച്ച സമയത്ത് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് വന്ന സമയത്ത് ആളുകൾ എന്നോട് പറഞ്ഞത് ഇത് മോദിന്റെ പരിപാടിയാണെന്നാ. അപ്പോൾ ഈ പൗരത്വ ബില്ലിന്റെ ഒക്കെ സമയത്തായിരുന്നു ഞാൻ ഇതിലേക്ക് വന്നത്, ബാവലി മസ്ജിദ് ഒക്കെ പൊളിക്കുന്ന ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇത് മോദിന്റെ പരിപാടിയാന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞത് 1933-ല് അന്ന് പാരമ്പര്യ ഉള്ളൊരു ഗ്രൂപ്പാണ് മോഡി എന്റർപ്രൈസ് എന്ന് പറയുന്നത്. അന്ന് മോദി ജനിച്ചിട്ടും കൂടെ ഇല്ല. പിന്നെ മോദിന്റെ പരിപാടിയാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ ബിസിനസ് ഇന്ത്യയിലേക്ക് വന്നിട്ട് 30 വർഷമായി. 1996 മാർച്ച് 30-നാണ് ഇന്ത്യയിലേക്ക് വന്നത്. അന്നും മോദി സർക്കാർ ഇവിടെ വന്നിട്ടുമില്ല. അപ്പോൾ മോദി ആയിട്ട് ഈ ഒരു ബിസിനസ്സിൽ ഒരു ബന്ധമില്ല. അത് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. 90 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഒരു ഓണ്ടർപ്രണറാണ് നമ്മൾ. എന്തുകൊണ്ടും നോക്കുകയാണെങ്കിൽ എല്ലാം ഓക്കെയാണ്. പിന്നെ നമുക്കിതിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്കിതിലുണ്ട്. നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന്റെ, ഇപ്പോൾ ഈ ഒരു മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റത്തിന്റെ കൂടെ നമ്മൾ നിന്നാൽ മതി, ആ സിസ്റ്റം നമ്മളങ്ങോട്ട് വിജയിപ്പിച്ചോളും. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഈ മീറ്റിംഗ് 8 to 9 മണീന്റെ മീറ്റിംഗ് നമുക്ക് നിരന്തരം കിട്ടുന്നുണ്ട്. അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന്റെ കൂടെ നമ്മളൊന്ന് നിൽക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ മോദി വേ എന്ന് പറഞ്ഞ പ്ലാനിൽ ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കൊളാജിൻ തന്നെ, ഞാനിപ്പോൾ ആരോട് ഞാൻ സംസാരിക്കുന്നുണ്ട്, ഞാൻ കൊളാജിനാണ് സംസാരിക്കുക. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് അതിനോട് ഭയങ്കര ഒരു, ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഞാൻ അധികവും അത് യൂസ് ചെയ്യല് എന്തെങ്കിലും ഒരു ജോലി കഴിഞ്ഞ് വന്നിട്ട്, നമ്മളിപ്പോൾ ലേഡീസ് ആകുമ്പോൾ രാവിലെ മുറ്റടിക്കുകയൊക്കെ ചെയ്യല്ലോ, എന്നിട്ടാണ് ഞാൻ അത്, അപ്പം ഒരു ചെറിയൊരു ക്ഷീണം വരും. അത് വന്ന് നമ്മളൊരു പച്ചവെള്ളത്തിൽ അതൊരു 300 ml വെള്ളത്തിൽ ഒരു സ്പൂൺ ഇട്ടിട്ട് അത് കലക്കി കുടിക്കുന്ന സമയത്ത് നല്ലൊരു ഒരു സുഖം നമുക്ക് തോന്നും. പിന്നെ അത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രാത്രി വരെ അതിൻ്റെ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മൾ നമ്മൾ ഏജ് തോന്നിക്കാണ്ടിരിക്കാൻ എല്ലാത്തിനും, നഖത്തിനും പല്ലിനും മുടിക്കും ഒക്കെ നല്ലതാണ്. ഇപ്പം മുടി തന്നെ എനിക്ക് അത് യൂസ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ നമുക്ക് മുടിക്ക് വേണ്ടിയിട്ട് എയർ ഗ്രോത്ത് സെറം ഉണ്ടല്ലോ, അതും നല്ല സ്മെല്ലാണ്. പക്ഷെ അത് യൂസ് ചെയ്തതിന് ശേഷം മുടി തീരെ
ഈ തൊഴിഞ്ഞു പോകുന്ന ഈ ഒരു പ്രശ്നത്തിനൊക്കെ അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മോദിവേ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആകെ കുറച്ച് പ്രൊഡക്റ്റ് മതി. നമ്മളെ പിന്നെ വെയിറ്റ് ലോസിന്റെ പ്രൊഡക്റ്റ്, അങ്ങനെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് നമുക്കുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഈ ഒരു ഇപ്പൊ നമ്മുടെ കമ്പനി തന്നൊരു സിസ്റ്റം കൂടി അതാണ്. സോപ്പ് പേസ്റ്റ് ഒക്കെ അതിന്റെ കൂടെ നമുക്ക് കൊടുക്കും. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ സോപ്പും പേസ്റ്റും അവർ ഫ്രീ ആയിട്ട് നിങ്ങളൊന്ന് വാങ്ങിക്കും. അത് അവർ നിർബന്ധമായിട്ടും വാങ്ങിക്കും. ഇത് നമുക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് അവർ പിന്നാലെ അങ്ങ് വാങ്ങിച്ചോളും. ഇത് യൂസ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടുമ്പോൾ അത് പിന്നാലെ വാങ്ങിക്കും. പിന്നെ സൗന്ദര്യം ആഗ്രഹിക്കാത്ത ആൾക്കാർ ഇന്ന് ആരുമില്ല. ഒരു 25 വയസ്സ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ കൊളാജിൻ ഇങ്ങനെ നഷ്ടപ്പെട്ട് തുടങ്ങും. 40 വയസ്സാകുമ്പോഴേക്ക് ഏകദേശം മുഴുവൻ തീരാനാവും. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് കുറച്ചും കൂടി ഉഷാറോട് കൂടി തന്നെ നമ്മുടെ സ്കിന്നിനെയൊക്കെ നമുക്ക് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കമ്പനിയുടെ പാരമ്പര്യം അല്ല, ഞാനിപ്പോൾ പറഞ്ഞു 90 വർഷത്തെ പാരമ്പര്യമുണ്ട്. നമ്മളൊരു കമ്പനി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇന്ന് വന്ന കമ്പനി നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഫേസ് വാല്യൂ ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയത് നമുക്കൊരു വില ഉണ്ട് സമൂഹത്തിന് മുമ്പിൽ. ഇപ്പൊ എനിക്ക് ഒരു വില ഉണ്ട്, എൻ്റെ ഉപ്പാക്കുള്ള വില, എൻ്റെ ഹസ്ബൻഡിനുള്ള വില നമുക്കും ഉണ്ടാകുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്ന നമ്മൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇപ്പോൾ 2000-ഓളൊക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് യൂട്യൂബൊക്കെ അടിച്ച് നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മളൊരു ബിസിനസ് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇപ്പോൾ സെമീർ സാറിനെ വിശ്വസിച്ചിട്ടോ കമ്പനി വിശ്വസിച്ചിട്ടോ പ്രൊഡക്റ്റ് വിശ്വസിച്ചിട്ടോ ഒന്നല്ല ഒരാൾ നമ്മളെ കൂടെ വരുന്നത് അല്ലേ. എൻ്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്ന ആളുകൾ എൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ പ്രൊഡക്റ്റ് യൂസ് ഈ കമ്പനി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനി 100% ഓക്കെ ആണോ? മറ്റൊരാളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ ആഗ്രഹിച്ച ലെവലിലേക്ക് എത്താത്തൊരു കമ്പനിയിലേക്കാണോ ഞാൻ അവരെ കൊണ്ടുവരുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. നമുക്കൊരു ഫേസ് വാല്യൂ ഉണ്ട്. ഞാൻ ഇവിടെ ഒരു വ്യക്തിനെ കൊണ്ടുവന്നിട്ട് ആ വ്യക്തിക്ക് ഈ ഒരു ബിസിനസ് സക്സസ് ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരെ ഭാഗ്യക്കുറവുണ്ടാകും. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് സക്സസ് ആവാൻ പറ്റിയിട്ട് എൻ്റെ ഭാഗ്യക്കുറവ്. കമ്പനി 100% ഓക്കെയാണ്. കമ്പനി പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനി നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കമ്പനി നമ്മൾ മരിക്കുന്നവരോട് ഉണ്ടാവും. ഈ ഒരു 100% ഉറപ്പോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ പ്രൊഡക്റ്റ് മറ്റുള്ള മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരിക്കലും ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ സ്വർണ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ അതിനെ നല്ല ശ്രദ്ധിക്കൂലേ? പക്ഷെ അതിന് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ഇഷ്ടപ്പെടണം നിങ്ങൾ ഈ പ്രൊഡക്റ്റിന്. അതുപോലെ നമുക്ക് ഒന്നുകൊണ്ടും ഒരു പ്രശ്നവും വരാത്തൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിൽ. കമ്പനി എല്ലാ പ്രൊഡക്റ്റും നമുക്ക് തന്നിട്ട് എല്ലാ പ്രൊഡക്റ്റിൻ്റെ മുകളിലും ചെയർമാൻ്റെ പേര് സൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ആർക്കും കൊടുക്കുക. എന്ത് സംഭവിച്ചാലും ചെയർമാൻ ഏറ്റെടുക്കും. നമ്മളൊരു ചെക്കിന്റെ മുകളിൽ പേര് എഴുതി സൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പൈസ കിട്ടും. അതുപോലെ തന്നെ വീടിന്റെ ഒരു ആധാരം അങ്ങനത്തെ എന്തെങ്കിലും കാര്യം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പേര് സൈനും ഉണ്ടെങ്കിൽ വാക്ക് പോലെ അല്ലല്ലോ, പേര് സൈനിന് ഒരു വില ഉണ്ട്. അപ്പോൾ മോദിക്കൻ്റെ എല്ലാ പ്രൊഡക്റ്റിന്റെ മുകളിലും പേരും സൈനും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊഡക്റ്റും നമുക്ക് 100% സ്വർണം പോലെ വിശ്വസിച്ചിട്ട് ആർക്കും കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്വർണ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വിറ്റാൽ പൈസ കിട്ടും, അതോടുകൂടി അത് കഴിഞ്ഞില്ലേ. പക്ഷേ ഈ പ്രൊഡക്റ്റ് അങ്ങനെയല്ല. ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്പനിന്റെ സിസ്റ്റം അതും 100% ഓക്കെയാണ്. പിന്നെ ഈ 4 കാര്യങ്ങളും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് ആരോട് എന്ത് ചെയ്യാം? ഈ പ്രൊഡക്റ്റ് നമുക്ക് ഈ ഒരു കമ്പനിനെ പറ്റിയിട്ടും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ പഠിച്ച സമയത്ത് എനിക്ക് എല്ലാം കൊണ്ടും ഈ കമ്പനി ഓക്കെയാണ്. പിന്നെ നമ്മളെ പ്ലാൻ ആണെങ്കിലോ, അപ്പം ഞാൻ 4 കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ട് എന്നുള്ളത്, അത് മറ്റുള്ള സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടോ, വരുമാനം നമുക്ക് എങ്ങനെ കിട്ടും, അതുപോലെ തന്നെ ലേണിംഗ് സിസ്റ്റം. ഈ 4 കാര്യങ്ങൾ ഓക്കെ ആയ ഒരു കമ്പനിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത്. പക്ഷേ ഈ കമ്പനിയിൽ നമുക്ക് ഈ 4 കാര്യങ്ങളും ഓക്കെ ആണ്. പിന്നെ നമുക്ക് ഇനി വരുമാനം കിട്ടുന്നതാണ് പഠിക്കാനുള്ളത്. വരുമാനം കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് 1000 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 രൂപേൻ്റെ ഫ്രീ പ്രൊഡക്റ്റ് നമ്മൾ സ്പോട്ടിൽ തന്നെ നമുക്കുണ്ട്. ഈ പ്രൊഡക്റ്റ് നമുക്ക് ഹോൾസെയിൽ റേറ്റിനാണ് കിട്ടുക. MRP നമുക്ക് ഇത് കൊടുക്കാനും പറ്റും. നിങ്ങൾ ആരെയും ജോയിൻ ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിലും കമ്പനി നമുക്ക് തരുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ശതമാനം വെച്ചിട്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് ഒരു ക്യാഷ് തരും. അതുപോലെ തന്നെ നമ്മളൊരു 6 മാസം തുടർച്ചയായിട്ട് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ 7ാമത്തെ മാസം നമുക്ക് അത്രയും പൈസൻ്റെ സാധനം ഫ്രീ ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു 1800 മുകളിലായിട്ട് നമ്മളൊരു 6 മാസം തുടർച്ചയായിട്ട് വാങ്ങിക്കാൻ തുടങ്ങി. ഇപ്പോൾ 1800 ഒരു മാസം വാങ്ങി, പിറ്റത്തെ മാസം 5000 വാങ്ങി, പിറ്റത്തെ മാസം നമ്മുടെ ഇഷ്ടം. ഇവിടെ അത്ര പൈസക്ക് വാങ്ങണം, ഇത്ര പൈസക്ക് വാങ്ങണം എന്നുള്ള നിബന്ധനയും കണക്കൊന്നുമില്ല. ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാവില്ലേ? അതൊന്നും ഇവിടെ ഇല്ല. നമ്മൾക്ക് 1800 മുകളിലായിട്ട് പറയുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് മൊത്തം കമ്പനി എടുത്തിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 7ാമത്തെ മാസം നമുക്ക്
അത്രയും പൈസയുടെ ക്യാഷ് നമുക്ക് കിട്ടും. അത്രയും പൈസന്റെ ക്യാഷിന്റെ അത്രയും പൈസന്റെ സാധനം നമുക്ക് വാങ്ങിച്ചെടുക്കാം, പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കാം. പിന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് 12 മാസം വാങ്ങിക്കുകയാണെങ്കിലോ അതിന് ഡബിൾ കിട്ടും. അതൊക്കെ എനിക്ക് ഭയങ്കര എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇതുവരെ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുമ്പോൾ കിട്ടാത്ത കാര്യങ്ങളാണ് അതൊക്കെ. ഈ മാസം എനിക്ക് കിട്ടിയത് പുറമെയുള്ള പ്രൊഡക്റ്റ്, കുക്കർ, അതുപോലെ എയർ ഫ്രൈ, പിന്നെ അതുപോലെ നോൺ സ്റ്റിക്കിന്റെ 4-5 നോൺ സ്റ്റിക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയത് നമുക്ക് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. മിക്സി ഉണ്ട്, അങ്ങനത്തതൊക്കെ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ നമുക്കിത് ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളെ മെയിൻറ്റിൽ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ പറയേണ്ടി. ഇവർ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ട്, നമ്മളിപ്പോൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരേ കടയിൽ പോയിട്ട് ഞാൻ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ പറയുന്നുണ്ടല്ലോ, ഏഹ് അധികം ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് വേറെയുള്ള കമ്പനിയിലൊക്കെ ഒറ്റവട്ടം പർച്ചേസ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ ഏതൊരു കമ്പനി എടുക്കുകയാണെങ്കിലും ഒറ്റവട്ടം പർച്ചേസിങ്ങുള്ള കമ്പനി നമ്മൾ എടുക്കരുത് ഒരിക്കലും. അത് കാലാകാലം ആളുകളെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, പൈസ തരും. ഈ ഒറ്റവട്ടം പർച്ചേസ് ചെയ്യുന്ന കമ്പനിക്ക് ഒറ്റവട്ടത്തെ ക്വാളിറ്റി ഉണ്ടാവും, പിന്നെ അത് പർച്ചേസ് ചെയ്യാൻ മനസ്സുണ്ടാവില്ല. നമ്മളെ കമ്പനി അങ്ങനെയല്ല. നമ്മൾ യൂസ് ചെയ്ത സാധനം പിന്നും പിന്നും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മരിക്കുന്നവരെ ഒരു രോഗമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് നമുക്ക് തരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തുള്ള പിന്നെ കടയിൽ നിന്ന് ഞാൻ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ, എൻ്റെ തൊട്ട് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കട ഉണ്ട്. ആ കടയിൽ നിന്ന് ഞാൻ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ആ കടക്കാരന് ഒരു നിശ്ചിത പൈസ എല്ലാ മാസവും കിട്ടുന്നുണ്ട്. കാരണം എന്താ, ആ കടക്കാരന് ഈ ചുറ്റുഭാഗത്തുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ, പക്ഷെ ഒരു പൈസ അവർക്ക് എല്ലാ മാസം വരുന്നുണ്ട്. കാരണം അവിടെ റീപർച്ചേസ് നടക്കുന്നത് കൊണ്ടാണ്. വാങ്ങിയ ആളുകൾ തന്നെ പിന്നും പിന്നും വാങ്ങും. അല്ലാതെ ടൗണിലൊന്നുള്ള ആളുകൾ വന്നിട്ട് നമ്മളെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കും, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കില്ലല്ലോ. അപ്പോൾ അവിടെ റീപർച്ചേസ് നടക്കുന്നത് കൊണ്ടാണ് ആ ഉള്ള ആളുകളിൽ നിന്ന് തന്നെ ആ വ്യക്തിക്ക് പൈസ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ ബിസിനസ്സോ. നമ്മളെ ബിസിനസ്സിൽ റീപർച്ചേസ് നടന്നാലാണ് നമ്മളുടെ കൂടെ ഉള്ള ആളുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുമാനം വരും. അല്ലാതെ ഒറ്റവട്ടം പർച്ചേസിങ് ആണെങ്കിൽ നമ്മൾ കാലാകാലം എന്ത് ചെയ്യണം, ആളുകളെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മളൊരു ബിസിനസ് നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിൽ പിന്നും പിന്നും റീപർച്ചേസ് നമ്മൾ എടുത്ത ആളുകൾ തന്നെ പിന്നും പിന്നും എടുക്കുന്ന ഒരു കമ്പനി നമുക്ക് തിരഞ്ഞെടുത്താലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ആ കാര്യം കൂടി പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്ലാനിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 1000 രൂപ ഫസ്റ്റ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു 1000 രൂപക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ 100 സംതിങ്ങിൻ്റെ സാധനം നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. പിന്നെ ലോയാലിറ്റിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു. പിന്നെ നമുക്കൊരു 1000 രൂപ അക്കൗണ്ടിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 50 PV നമ്മൾ ചെയ്ത് 50 PV വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മോദിവേ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ 2500 രൂപയ്ക്ക് വരുള്ളൂ. 50 PV നമ്മൾ ചെയ്തു. നമ്മളെ താഴത്ത് 4 വ്യക്തികൾ വന്നിട്ട് അതുപോലെ തന്നെ അവരെ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്തു. എന്നാൽ മുകളിലുള്ള വ്യക്തിക്ക് എന്ത് കിട്ടും, 1000 രൂപ കിട്ടും. അതേ 1000 രൂപ നിങ്ങളെ താഴത്ത് വന്ന് ഈ 4 ആളോടും പറഞ്ഞു കൊടുക്കുക, എനിക്ക് 1000 എൻ്റെ താഴത്ത് 4 ആളെ കൊണ്ടുവന്നിട്ട് പർച്ചേസ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളും ആ വന്ന 4 വ്യക്തികളോടും പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ ഈ 1000 രൂപ അവരെ അക്കൗണ്ടിലേക്ക് വാങ്ങിപ്പിക്കുക. അപ്പൊ എന്ത് ചെയ്യും, മുകളിലുള്ള വ്യക്തിക്ക് എത്ര കിട്ടും, 5000 കിട്ടും. ഈ 5000 കിട്ടിയത് നമ്മളിത് പഠിക്കുക. ഞാൻ പഠിച്ചാലേ എൻ്റെ താഴത്തുള്ളവന് 1000 എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ 1000-നെ നിങ്ങളെ താഴത്തുള്ള 4 ആൾക്കും പഠിപ്പിച്ചു കൊടുത്താൽ അവർ 1000-ന് ഓടിക്കോളൂ. അവർ 1000-ന് ഓടുമ്പോൾ നിങ്ങൾക്ക് എന്തിട്ട് 5000 കിട്ടി. ഈ 5000 കിട്ടിയ സംഭവം നമ്മളെ താഴത്തുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, എങ്ങനെയാണ് 5000 കിട്ടിയെന്നുള്ളത്. ആ താഴത്ത് വന്ന 4 വ്യക്തിയും 5000 വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 20000 കിട്ടും. മുകളിലുള്ള വ്യക്തിക്ക് 20000 രൂപ ഉണ്ടാവും. ആ 20000 രൂപ നമ്മളെ താഴത്തുള്ള 4 പേർക്കും വാങ്ങിച്ചു കൊടുക്കണ 1,00,000 രൂപ വരുമാനം ഉണ്ടാവും. ഇത്രയും സിമ്പിളായ പ്ലാനുമാണ്, ഏത് പൊട്ടനും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാനാണ് കമ്പനി നമുക്കിപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഈ ബിസിനസ്സിൽ അത്രയേ പഠിക്കാനുള്ളൂ. നമ്മൾ പറയും പിന്നെ പ്രൊഡക്റ്റ് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. നമ്മളെ പ്രൊഡക്റ്റ് എത്ര പഠിച്ചാലും നമുക്ക് തീരൂല. ആ പ്രൊഡക്റ്റിനെ പറ്റി നല്ലൊരു അവയർനെസ് ഉണ്ടെങ്കിൽ ഈ ഇത്രയും ആളുകൾ ഇല്ലെങ്കിലും ഈ നാലാള് എന്ന് പറഞ്ഞ ഈ ഒരു സിസ്റ്റം, ഇതൊരു നമ്മളെ കമ്പനി ഒരു സിസ്റ്റമാണ്. ഈ നാലാള് നമ്മളെ കൂടെ വന്ന് ഇതുപോലെ പഠിച്ച് മനസ്സിലാക്കി ഒരു ലീഡർഷിപ്പ് ഒക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മരിച്ചു പോയാലും നമ്മളെ 4 തലമുറ വരെ, നിങ്ങളെന്നല്ല ഞാനും, ഒരു 4 തലമുറ വരെ നമുക്ക് എന്തുണ്ട്, ഈ വരുമാനം കിട്ടും. ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലിയാണെങ്കിൽ ഹസ്ബൻഡ് മരിച്ചാൽ ഭാര്യ കിട്ടില്ല, പകുതിയേ കിട്ടുള്ളൂ. പക്ഷെ ഇത് അങ്ങനല്ല. ഇത് താഴോട്ട് എത്ര നെറ്റ്വർക്ക് വളരുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് വരുമാനമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുക. നിങ്ങളൊരു 4 ആളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു പൈസ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ നിങ്ങൾ 4 സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അത് ചെയ്യുന്നത് നമ്മൾ 4 സ്ഥലങ്ങളിലാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. ഇപ്പോൾ തിരുവനന്തപുരം ഒരു ടീമുണ്ട്, വയനാട് ഒരു ടീമുണ്ട്, കാസർഗോഡ് ഒരു ടീമുണ്ട്,
അവിടെയൊക്കെ നമ്മൾ ഓരോരോ വ്യക്തികളെ കൊണ്ടുവരുന്നുള്ളൂ. പക്ഷെ അവിടെ ഒരു നെറ്റ്വർക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്ന കടന്റെ വാടക ഇല്ല, കറണ്ടിന്റെ ബില്ലില്ല, ടെൻഷൻ ഇല്ല അല്ലെ. നമ്മൾ കിടന്നുറങ്ങിയാലും ഞാൻ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ നേരം വെളുത്തെണീക്കുമ്പോൾ ഒക്കെ എന്റെ ബിസിനസ് കുറേ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ നമുക്ക് എന്തുണ്ട്, ഒരു വരുമാനം വരുന്ന ലെവലിലേക്ക് ഒരു സിസ്റ്റം. അതിനാണ് ഈ 4 ആൾ എന്ന് പറയുന്നത്. ഒരാളാണെങ്കിൽ നമുക്ക് മുതിക്കുന്ന വരുമാനം കിട്ടും കേട്ടോ, 2 ആളാണെങ്കിൽ കിട്ടും, 3 ആളാണെങ്കിൽ കിട്ടും, 4 ആളെ നിർബന്ധമൊന്നുമില്ല വരുമാനം കിട്ടാൻ. പക്ഷെ നമുക്കൊരു പാസീവ് ഇൻകം കിട്ടാൻ, നമ്മളൊരു കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളൊന്ന് ഒരു അസുഖം വന്ന് എവിടെയെങ്കിലും ഒന്ന് കിടന്നു പോയാലും, ഇപ്പം തന്നെ ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എനിക്ക് വണ്ടി വന്ന് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഒരു 10-20 ദിവസം ഈ മാസം തീരെ പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടില്ല, വീട്ടിൽ നിന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ടും എനിക്ക് കഴിഞ്ഞ മാസം വന്നതിനേക്കാളും കൂടുതൽ ബിസിനസ് ഈ മാസം വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? അങ്ങനെ ഒരു നല്ലൊരു നെറ്റ്വർക്ക് എൻ്റെ താഴത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ്. അതുപോലെ നിങ്ങൾക്കും കിട്ടും. പക്ഷെ ആദ്യത്തിലുള്ള ഈ ഒരു എഫേർട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. പിന്നെ നമ്മൾ ഹോം മീറ്റിംഗ് ഒക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എല്ലാ പ്രൊഡക്റ്റിന്റെ ഡെമോസും കാര്യങ്ങളും കാണിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ കുറേ രോഗികൾക്ക് ഒരു പരിഹാരമായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഗുളികയും മരുന്നും എന്നുള്ള ലെവലൊന്നും നമ്മൾ കൊടുക്കണ്ട. പിന്നെ നമുക്ക് പിന്നെ എന്താ പറയാ, ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഫുഡ് ഇപ്പൊ കഴിക്കുന്ന ഫുഡ് എന്നൊന്നും നമുക്ക് വേണ്ട അളവിന് പ്രോട്ടീനും വൈറ്റമിനും മിനറലും കാൽസ്യവും ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് അസുഖം വരുന്നത്. അപ്പൊ അസുഖത്തിനൊരു സൊല്യൂഷന് ഡോക്ടറായിട്ട് മരുന്ന് കൊടുക്കല്ല, നമ്മളെ ഫുഡ് അവർ കഴിക്കുന്ന ഫുഡിന്റെ കൂടെ നമ്മളെ ഫുഡും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഈ വെൽനസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നല്ല അറിവുണ്ടെങ്കിൽ നമുക്ക് അതും നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് സംസാരിക്കാനും, അതുപോലെ തന്നെ ഇന്ന് എനിക്കൊരു പാസീവ് ഇൻകത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു കാറ്, ഞാൻ ഇഷ്ടപ്പെട്ട കാർ തന്നെയാണ് ഞാൻ എടുത്തത്, അല്ലാതെ ചെറിയ കാറൊന്നും അല്ല. മോദിക്കന്ന് അങ്ങനെ ഒരു കാർ ഇങ്ങോട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തത്, എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കാർ ഞാൻ എടുത്തത്. അപ്പൊ എനിക്ക് കാറിന് മാറ്റാന്നുള്ളതൊന്നും എൻ്റെ മൈൻഡിൽ ഇപ്പം വന്നിട്ടില്ല. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ മോദിക്കൻ്റെ ടീമൊക്കെ ആയിട്ട് അവിടെ ഒന്ന് നിൽക്കാൻ, അങ്ങനെ നമ്മുടെ ടീമുമായിട്ടൊന്ന് അടിച്ചു പൊളിക്കാന്നുള്ള ലെവലിൽ ഒരു ഫ്ലാറ്റ് ഞാൻ എന്തായാലും എടുക്കും. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ, ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇനി ഞാൻ മോദിക്കറിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ ഒരു പണിയും ഞാൻ എടുത്തിട്ടില്ലെങ്കിലും ഇന്റർനാഷണൽ ഗൾഫ് രാജ്യം മൊത്തം ചുറ്റിക്കറങ്ങാനുള്ള ഒരു ടീം എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ അറിയാതെ എൻ്റെ ഈ ഒരു ലൈഫിൽ എനിക്ക് മൊത്തം ചുറ്റിക്കറങ്ങാൻ പറ്റും. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എന്ത് ജോലിയാണ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഒരു ജോലിക്ക് നമ്മൾ ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ഇത്രയും ഉറപ്പോട് കൂടിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റൂല. അപ്പോൾ നമ്മളെ ഈ ബിസിനസ് ഏത് കാലത്തും ഇവിടെ നിലനിൽക്കും എന്നുള്ളൊരു ഉദാഹരണത്തിലാണ് ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ വേറെയും കുറെ ആളുകൾക്ക് സംസാരിക്കാനുണ്ട്. ഓക്കെ ഓക്കെ, ഓക്കെ നുസ്രത്ത് മാഡം, വലിയ മാഡം, വിജയങ്ങൾ എല്ലാവർക്കും നേടിയെടുക്കാൻ കഴിയട്ടെ. ഓക്കെ. താങ്ക് യു മുന്തസ് മാഡം. മുന്തസ് മാഡത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ സാധിക്കട്ടെ. ഇവിടെ അല്ലാണ്ട് എങ്ങനെയാണല്ലേ ഒരു സാധാരണക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക? ഇങ്ങനെ ഒരു അവസരം മുന്നിലുള്ളത് കൊണ്ടാണ്. അപ്പൊ ഞാൻ മുന്തസ് മാഡമൊക്കെ ഞങ്ങളൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളാണ്. ഇന്റർനാഷണൽ ട്രിപ്പ്, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ നമ്മളെ കാണാൻ പ്രാപ്തരാക്കിയ ഒരു കമ്പനിയാണ് ഈ ഒരു മോദിക്കെയർ എന്ന് പറയുന്നത്. ഇതിലൂടെ ഒരുപാട് ആളുകൾ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഈ ഒരു ഓർഗനൈസേഷനിൽ തന്നെ എന്താ പറയാ, ടീച്ചിങ് ഫീൽഡിൽ നിന്നൊക്കെ വന്ന ഒരു ആള് നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഒക്കെ പഠിച്ച് നല്ല രീതിയിൽ ആളുകളെ എങ്ങനെയൊക്കെ മോട്ടിവേറ്റ്, നമുക്ക് എങ്ങനെയൊക്കെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെ രീതിയിൽ, നമുക്കറിയാലോ നമ്മളെ കമ്പനിയിലെ പ്രൊഡക്റ്റുകൾ വെക്കുന്ന സമയത്ത് നമ്മൾ ഓരോന്നിന്റെ സൊല്യൂഷൻ കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഓരോരോ പ്രൊഡക്റ്റുകളും പറയുന്ന സമയത്ത് അതിന്റെ ഓരോ ഇൻഗ്രീഡിയന്റും നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയന്റ് ആ ഒരു കാര്യത്തിന്, ഇപ്പൊ എന്താണോ, ഇപ്പൊ ഒരു PCOD ആണോ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പീരീഡ്സിന്റെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് എന്താവട്ടെ, ആ ഒരു പ്രൊഡക്റ്റിന്റെ കണ്ടന്റ് നോക്കുന്ന സമയത്ത് ആ ഒരു കാര്യത്തിന് ഏറ്റവും എന്താ പറയാ, ഏറ്റവും ബെനിഫിറ്റ് എന്താണോ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയന്റ് ആ ഒരു നമ്മൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നത്തിന് ഉണ്ടാവും. ഇപ്പൊ ഫ്രീഡം ടാബ്ലറ്റ് ആണെങ്കിൽ അതിൽ ആർത്തവത്തിന് ഏറ്റവും നമുക്ക് എന്താ പറയാ, പീരീഡ്സ് വേദന കുറയുന്ന രീതിയിലുള്ള ജമന്തി പോലെയുള്ള ഇൻഗ്രീഡിയന്റ് ഒക്കെ കാണാൻ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത്രയും കമ്പനി സെർച്ച് ചെയ്തിട്ടാണോ നമുക്ക് ഓരോ പ്രൊഡക്റ്റ് തരുന്നത് നമ്മൾ ആലോചിക്കും. അപ്പൊ ഈ പ്രൊഡക്റ്റിൽ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരാൾ നമുക്ക് ഈ ഒരു നമ്മളെ ഈ ഓർഗനൈസേഷനിലുണ്ട്. അപ്പോൾ ഈ ഒരു ആ ഒരു പ്രൊഡക്റ്റുകൾ അറിഞ്ഞ സമയത്ത് ടീച്ചിങ് ഫീൽഡിൽ നിന്ന് മോദിക്കെയറിൽ വന്ന ഒരു വ്യക്തിയാണ്. ആളെ നമുക്കൊന്ന് വിളിക്കാം. വെൽക്കം സുജിഷ മാഡം. ഓക്കെ, ഗുഡ് മോർണിംഗ് മാഡം, സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ സെറ്റ്. ഓക്കെ, താങ്ക് യു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സുജിഷ, കോഴിക്കോട് തിരുവമ്പാടിയാണ് സ്വദേശം.
ഞാനൊരു ടീച്ചിങ് പ്രൊഫഷണൽ നിൽക്കുന്ന സമയത്താണ് മോദി കെയർ പരിചയപ്പെടുന്നത്. 100% പ്രൊഡക്റ്റ് കണ്ട് ഉപയോഗിച്ച് എനിക്ക് തോന്നുന്നു പേസ്റ്റ്, നമ്മുടെ ഫ്രഷ് മൊമെന്റ് പേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് പൗഡർ ആണ് ആദ്യമായിട്ട് വാങ്ങിയത്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടനോട് വാങ്ങി യൂസ് ചെയ്തതാണ്. ഹസ്ബൻഡ് നല്ല പല്ലുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അതൊരു കുറവ് വന്ന സമയത്ത് ഇത് എന്താണ് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, കാരണം വർഷങ്ങളായി പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് പേസ്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നു, എന്നാൽ ഒരു ഗുണം കിട്ടിയിട്ടില്ല. നമ്മൾ പല്ല് വേദന വരുമ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോകും, മരുന്ന് വാങ്ങി കഴിക്കും, കുറയുമ്പോൾ പിന്നെ അത് മൈൻഡ് ചെയ്യില്ല, പിന്നെ അടുത്ത വേദനയ്ക്ക് കാത്തുനിൽക്കും. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അന്വേഷിച്ച് ഈ ഒരു മോദി കെയർ കമ്പനീനെ അറിഞ്ഞു. ഞങ്ങളോട് ആദ്യമായിട്ട് നമ്മളോട് പരിചയപ്പെട്ടത് ഞങ്ങൾ തൊട്ടടുത്തുള്ള ബിചേട്ടനാണ്. അവര് പരിചയപ്പെടുത്തിയെങ്കിലും ഒരു 3 മാസക്കാലം നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തിരുവമ്പാടിയൊക്കെ മീറ്റിംഗ് വന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അറിഞ്ഞതിന് ശേഷം അതിനുശേഷം തൊട്ടടുത്ത് ജിജു സാറിന്റെ ഒരു മീറ്റിംഗ് വന്നു. മീറ്റിംഗിൽ പങ്കെടുത്തു. വന്ന് ഞാൻ മോന് ചെറുതായിരുന്നു, 3ാമത്തെ ആള്, അതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡ് പോയി വന്നപ്പോൾ പറഞ്ഞു നല്ലൊരു അവസരമാണ്, നമുക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ ഒരു മാസം അവസാന ഒരു 28ാം തീയതി എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്. 100% ബിസിനസ് ആയിട്ട് തന്നെ ഏറ്റെടുത്തു. എന്നാൽ ഞാൻ ടീച്ചിങ് ആയതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ആയിട്ടായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ജോലി ഉണ്ടായിരുന്നില്ല, മോൻ ചെറുതായതുകൊണ്ട്. ഹസ്ബൻഡ് സപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് വന്നു. അങ്ങനെ വീട്ടിലിരുന്ന് അന്ന് സൂം ഉള്ള സമയമായിരുന്നു. അപ്പൊ സൂമിൽ മീറ്റിങ്ങുകൾ കാണും. ആ സമയത്ത് ലീഡേഴ്സ് നമ്മളോട് പറഞ്ഞു തന്ന കാര്യം എന്താ വെച്ചാൽ, മീറ്റിംഗ് കാണുന്ന സമയത്ത് വേറെ ഒന്നിനും പോവരുത്, ബുക്കും പേനയായിട്ട് ഇരിക്കണം, എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് പറയണം. അപ്പൊ എനിക്ക് സത്യമായിട്ട് നിഷ്കളങ്കമായി ഞാൻ തള്ളുകയല്ല, നിഷ്കളങ്കമായി അന്ന് ലീഡേഴ്സ് പറഞ്ഞ കാര്യം അതുപോലെ പ്രവർത്തിച്ചു. ഞാൻ ഒരു ബുക്കും പേന, ഹസ്ബൻഡും ഉണ്ടാവും, എഴുതി വെച്ചിട്ട് അതിന് ശേഷം അപ്പൊ തന്നെ അന്ന് തന്നെ ഗ്രൂപ്പിൽ വോയിസ് ഇടും. ഇന്ന് പരിവർത്തൻ പ്രോഗ്രാം ആയിരുന്നു. അന്ന് ജിഷാ സാറും ശ്രീ സാറൊക്കെ ആയിരുന്നു ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നത്. ഇന്ന് ജിഷാ സാറിന്റെ ക്ലാസ് ആയിരുന്നു, സാർ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ഉറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ജോമേഷ് സാറിന്റെയും നമ്മളെ ജിനസ് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം പങ്കെടുക്കും. അതും ഗ്രൂപ്പിൽ പറയും, ഇന്ന് ജോമേഷ് സാറിന്റെ ക്ലാസ് ആയിരുന്നു, ഇന്ന പ്രൊഡക്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ പ്രൊഡക്റ്റിൽ ഇന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് വലിയ ഇതൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അത് ശരിക്കും നമ്മുടെ ഉള്ളിൽ അത് ഫീഡായി. നമ്മൾ എഴുതുന്നതിൽ കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് തോന്നുന്നത് എനിക്ക് അതാണ്. അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ഒരു മാഡം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയത്. ഇത് പറയുന്ന സമയത്ത് പലരും ടീമിലൊക്കെ ആണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോഴും എന്നോട് പറയുന്നത്, കാരണം സുഷമേടം ടീച്ചർ അല്ലേ, അതുകൊണ്ടാണ് പ്രൊഡക്ട് ട്രെയിനിങ്ങിൽ വന്ന് ഞങ്ങൾക്കൊന്നും മാഡത്തിനെ പോലെ എങ്ങനെയാവുക, അല്ലെങ്കിൽ ഞങ്ങളൊന്നും ഇങ്ങനെയൊന്നും ആവാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ഞാൻ 100% നിങ്ങളോട് പറയാണ്, ടീച്ചർ എന്നുള്ളതിന്റെ ഗുണം ഒരു ധൈര്യം ഉണ്ട്, എവിടെയും സംസാരിക്കാൻ ധൈര്യം ഉണ്ടെന്നല്ലാതെ എന്നോട് എനിക്ക് അറിയാത്തൊരു കാര്യം ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറയില്ല. നമുക്കവിടെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. ആ കോൺഫിഡൻസോടെ കൂടെ ഞാൻ പറയാൻ കാരണം ഞാൻ അത് മനസ്സിലാക്കി വെച്ചതുകൊണ്ടാണ്, നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഞാനൊരു മാത്തമാറ്റിക്സ് ടീച്ചറാണ്, മാത്സിന്റെ ടീച്ചറാണ്. മാത്സിൽ ഒരിക്കലും ബയോളജി കയറി വരില്ല. ബയോളജി എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു വിഷയമായിരുന്നു. ബയോളജിക്കാണ് എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് ഉണ്ടായത് 10ാം ക്ലാസ്സിൽ. അത്ര എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വിഷയമായിരുന്നു. പിന്നെ മോദി കെയറിൽ വന്ന് ഇത് അറിഞ്ഞതിന് ശേഷം, അതായത് എനിക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുടുംബത്തിന്, ഹസ്ബൻഡിനാണ്, മക്കൾക്കൊക്കെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വെൽനസ് പ്രൊഡക്റ്റിന്റെ ആ ഒരു ഗുണം കിട്ടിയപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാൻ നോക്കിയത്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ടീച്ചിങ്ങിന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്, ആ രീതിയിലാണ്. അല്ലാതെ ടീച്ചർ ആയതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ പ്രൊഡക്ട് ട്രെയിനർ ആവണം എന്നില്ല. നമ്മളത് ഇഷ്ടപ്പെടാം. നേരത്തെ മാം മുംതാസ് മാഡം പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടപ്പെട്ട നമുക്ക് എന്തും സാധിക്കും. എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും, നീ എങ്ങനെ മാത്സിന്റെ ടീച്ചർ? മാത്സ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത. ശരിക്കും എന്നെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട്, ആനി സെൽസമ്മ ടീച്ചർ. ടീച്ചർ നല്ലൊരു ടീച്ചറായിരുന്നു. ടീച്ചറിനെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ മാത്സ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ എവിടെയും പറയും. അതുപോലെ നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടാൽ, പ്രൊഡക്ട്സ് ഇഷ്ടപ്പെട്ടാൽ, നമ്മൾ ആളുകൾക്ക് കൊടുക്കണം നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഈ പ്രൊഡക്റ്റ് നമ്മൾ ഒരാൾക്ക് നമ്മളൊരു സർവീസ് ആയിട്ട് ഒരു ആരോഗ്യം കൊടുക്കുന്ന രീതിയിലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രസന്റർ ആയിട്ട് മാറും. ഇന്ന് നമുക്ക് വേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഞാൻ പറഞ്ഞു, ഇതിൽ ഒരു പ്രസന്റേഷനിലേക്ക് എത്താനുള്ള കാര്യം അതാണ്. മീറ്റിംഗിൽ പങ്കെടുക്കുമായിരുന്നു, പ്രോഗ്രാംസിൽ മാക്സിമം പങ്കെടുക്കുമായിരുന്നു. അതും ഇന്നൊക്കെ എന്ന് വെച്ചാൽ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മീറ്റിംഗ് ഓപ്പൺ ചെയ്ത് നമ്മൾ പലതിലേക്കും ജസ്റ്റ് ഒന്ന് മാറും. പക്ഷെ അന്നൊക്കെ കണ്ണിങ് ആയിട്ടിരിക്കും. കാരണം അതുപോലെ നമ്മൾ ലീഡേഴ്സ് എന്താണോ പറയുന്നത് ആ കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ അതുപോലെ കണ്ണടച്ച് അവരുടെ കൂടെ നിന്ന് കൊടുത്താൽ മതി. നമ്മൾ ഒറ്റയ്ക്ക് ഒരുമിച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ
നമ്മളുടെ ഇന്നത്തെ ഈ ഒരു മോദി കെയർ എന്ന് പറയുമ്പോൾ 30 വർഷമായി അല്ലെ. അപ്പൊ പുറത്ത് നമ്മൾ ഒരാളോട് പറയുമ്പോൾ നമ്മളോട് പറയും മോദി കെയർ അല്ലേ, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പ്രൊഡക്റ്റിനൊക്കെ നല്ല റേറ്റ് ആണ്, പണ്ട് എങ്ങനെയാണ്. പക്ഷെ അവിടെ നമുക്കിപ്പം അവിടെ ഒരു അവരുടെ ആ സംസാരത്തിന് സ്റ്റോപ്പ് ഇടുന്ന രീതിയിൽ നമുക്കൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ട് അല്ലെ. നമ്മളെ മോദി കെയർ എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ന്യൂ വേ, മോദി വേ, ആ മോദി വേ വന്നതിന് ശേഷം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ സാധിച്ചു. നമ്മുടെ പഴയതിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആയില്ലേ. ഇവിടെ നമ്മൾ അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരു കമ്പനിയുടെ ഒരു പാർട്ടാണ് നമ്മൾ. ആ രീതിയിൽ ഒരിക്കലും സാധനങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരാളല്ല നമ്മൾ ജസ്റ്റ് അവരുമായിട്ട് സംസാരിച്ച് സാധനങ്ങൾ വിൽക്കുന്ന ആളല്ല, ജസ്റ്റ് സംസാരിച്ച് ആ ഒരു എന്താ പറയാ ഡീലർഷിപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആളുകൾക്ക് പ്രൈമറി അത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലാണ് നമ്മളിപ്പോ മുന്നോട്ട് പോകുന്നത്. സോ ഇപ്പൊ എല്ലാം വളരെ ഈസി ആയിട്ട് എല്ലാം സാധ്യമാണ്. എന്താണോ നമ്മളെ അടുത്തേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് ആവശ്യം അത് കൊടുക്കാൻ നമുക്ക് എളുപ്പം സാധിക്കും. പണ്ടൊക്കെ എങ്കിൽ കൂടി ഞാൻ പറയാണ്, നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മളവിടെ വിജയിക്കണമെങ്കിൽ ഒരു കൺസിസ്റ്റൻസി നമ്മളവിടെ കീപ്പ് ചെയ്യുന്നതാണ്. ഞാൻ തന്നെ ഇവിടെ വന്ന് ടീച്ചിങ്ങിന്റെ കൂടെ കഴിഞ്ഞ വർഷം വരെ ഞാൻ പാർട്ട് ടൈം ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, ജോലിന്റെ കൂടെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും ഫുൾ ടൈമിലേക്ക് മാറി. അപ്പൊ പാർട്ട് ടൈം ആയിട്ട് ചെയ്ത സമയത്തും അവിടെയും കുറെ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പം അന്നൊക്കെ എന്റെ മനസ്സിൽ ഞാൻ ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് ഞാൻ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ലെവലിൽ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരി സിറ്റുവേഷൻസ് സംഭവങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ കേൾക്കാറുണ്ട് ഒരു 17 വർഷത്തിന് ശേഷമാണ് മെസ്സി അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വേൾഡ് കപ്പ് നേടിയത്. അതേപോലെ തന്നെ 26 വർഷത്തിന് ശേഷമാണ് ഇലോൺ മസ്ക് ഇന്നത്തെ ആ ഒരു ലെവലിൽ അദ്ദേഹം എത്തിയിട്ടുള്ളത്. 26 വർഷം ഒന്ന് ഓർത്തേക്ക്, ആ ഒരു കൺസിസ്റ്റൻസിയിൽ അദ്ദേഹം കീപ്പ് ചെയ്ത് അങ്ങനെ വന്നതിന് ശേഷം. അതുപോലെ തന്നെ ഒരു 8 വർഷത്തിന് ശേഷമാണ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂട്യൂബർ ആയിട്ടുള്ള മിസ്റ്റർ ബീസ്റ്റ് അദ്ദേഹം ആ ലെവലിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ പറയാനുള്ള കാര്യം നമ്മുടെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. എനിക്ക് തോന്നുന്നു മോദി കെയർ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അവസരത്തിലേക്ക് വരുന്ന ആളുകളോട് ഞാൻ എപ്പോഴും ഇപ്പം പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യം, നിങ്ങൾ ആദ്യം ഇതെന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ആവുന്ന രീതിയിൽ, എല്ലാ ഡൗട്ടും ക്ലിയർ ആവുന്ന രീതിയിൽ നിങ്ങൾ ഇത് പഠിച്ചെടുക്കുക. എന്താണെന്ന് മനസ്സിലാക്കി ആ കറ തീരണം. മോദി കെയർ എന്ന കമ്പനിയെ കുറിച്ചും ഈ പ്ലാനിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ ആ കറ തീർക്കുക നിങ്ങൾ ആദ്യം. എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളെ ആര് നെഗറ്റീവ് ആക്കാൻ വന്നാലും ഇതിനെക്കുറിച്ച് പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്റെ ഇത്ര രൂപ പോയിട്ടുണ്ട്, ലക്ഷങ്ങൾ പോയിട്ടുണ്ട്, പ്രൊഡക്റ്റ് ഇപ്പോഴും കട്ടിലിന്റെ ചോട്ടിൽ കിടക്കുക, ഇങ്ങനെയൊക്കെ പറയാൻ ആളുകൾ വന്നാലും നമുക്കത് ആ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മളിത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിന് അധികം സമയം എടുത്ത് മനസ്സിലാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ചെയ്യുന്ന കാര്യം കറ തീർന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ള അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ആ ഒരു മോദി വേ ആ ഒരു പ്ലാൻ വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഏറ്റവും വലിയ, അപ്പൊ ദൈവത്തിനോടൊക്കെ നന്ദി പറയണം നമ്മൾ ഈ ഒരു അവസരത്തിൽ എത്തിപ്പെട്ടത്. മുംതാസ് മാഡം പറഞ്ഞതിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് രോമാഞ്ചം വന്നൊരു കാര്യം, ഉമ്മത്ത വന്ന് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിസ്കരിക്കാനിരുന്നപ്പോ വന്ന് പറഞ്ഞ പോലെ അല്ലെ, ഒരു ശക്തി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു 100% ഞാൻ പറയാണ് ദൈവികത ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരു അർഹത ഉള്ളവരെ ഇവിടെ നിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ ആരോടെങ്കിലൊക്കെ കുറെ പറഞ്ഞിട്ടും വരുന്നില്ല, അവർ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പുറകെ പോകണ്ട. അർഹതയുള്ളവർ താനെ നമ്മളെ കൂടെ വരും. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവികപരമായിട്ടുള്ള ഒരു ബിസിനസ് അവസരമാണ് നമ്മളുടെ അടുത്തുള്ളത്. ഒരു പോലും മുതൽ മുടക്കില്ലാതെ അല്ലെങ്കിൽ ഒരു റിസ്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം കഥയുടെ സ്ക്രിപ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. നമ്മളുടെ ഒരു കപ്പിത്താൻ നമ്മളുടെ അല്ലെ 2 പേരുണ്ട് നമുക്ക്, ജിഷാദ് സാറും ദിനേശ് സാറും. അല്ലെ ജിഷാദ് സാർ തന്നെ എന്തൊക്കെ എഫേർട്ട് എടുത്ത് നമുക്ക് ഇപ്പൊ തന്നെ ഇമ്പാക്ട് പ്രൊഡക്ടിവിറ്റി ആ ഒരു മിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അനൗൺസ് ചെയ്തു ഏഷ്യയിൽ അല്ലെ പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഈ ലോകത്തിലെ തന്നെ ആ ഒരു വലിയൊരു മിഷന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ടീമും റെഡിയാവാൻ നിൽക്കുകയാണ്. അതിലൊരാളാവാനൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് സാധിക്കും. അപ്പം അത്രമേ ഹൈ ലെവലിലുള്ള ഒരു ബിസിനസ് അവസരമാണ്. അപ്പം നമ്മളുടെ ഈ ഒരു കഥയുടെ സ്ക്രിപ്റ്റ് മാറിക്കഴിഞ്ഞു. ഇതിന് നമ്മൾക്ക് എന്താണെങ്കിലും ഇനിയാണ് യഥാർത്ഥ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ആ ഒരു സാധ്യത, അത് എന്താണ് യഥാർത്ഥത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് ആളുകൾ കാണാൻ പോകുന്നുള്ളൂ. ഇത്രയും നല്ല ജെന്യൂൻ ആയിട്ടുള്ള നമ്മുടെ മോദി കെയർ കമ്പനിയിലൂടെ തന്നെ ആണ് അത് എന്നുള്ളത് നമ്മൾക്കൊക്കെ ഒരു അഭിമാനമാണ്. സോ ഇനിയാണ് കഥ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ നമ്മളോട് മോദി കെയറിനെ കുറിച്ച് എന്ത് നെഗറ്റീവ് പറയാൻ പോകുന്നവരോടും പറയാനുള്ള ഈ കാര്യം അതാണ്. ഇനിയാണ് ഞങ്ങളുടെ കഥ നിങ്ങൾ കാണാൻ പോകുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഞങ്ങളുടെ മോദി കെയർ നിങ്ങൾ കാണാൻ പോവാണ്. നിങ്ങൾ അവിടെ കളി അല്ലെങ്കിൽ കഥ കണ്ടിരുന്നോളൂ, ഞങ്ങൾ വിജയിച്ച് കാണിച്ചു തരാം എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു മോദി കെയറിൽ വന്നപ്പോൾ വേറൊരു കാര്യം ഞങ്ങൾ എടുത്തു പറയാണ്. ഞാനൊരു ഫാമിലി ബിസിനസ് ആയിട്ടാണ് ഇത് നടത്തുന്നത്. എന്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ട്, രതീഷ് സാർ ഉണ്ട്, ടീമിൽ മീറ്റിംഗിൽ ഉണ്ട്. അപ്പം എനിക്ക് ഇതിൽ ഒന്നും കൂടെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ
ഫാമിലി ബിസിനസ് ആകുമ്പോൾ ഒത്തിരി ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലാതെ നമ്മൾ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ, ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു സ്ട്രോങ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, നമ്മളുടെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്ന സമയത്ത്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും രതീഷ് സാറിന്റെ 2 വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പുള്ളി ഒരു പകുതി സമയത്ത് ഇതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്ലാനൊക്കെ വന്ന് കുറച്ചുകൂടെ മനസ്സിലായി തിരിച്ചു വന്നതാണ് നമ്മുടെ ഒരു അവസരത്തിലേക്ക്. സോ രതീഷ് സാർ 2 വാക്ക് സംസാരിക്കുകയാണെങ്കിൽ. ടൈം ഉണ്ട് നുസത്ത് മാഡം? യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഒരാൾ പോലും ലീവ് ആയിരുത്. കാരണം ഈ പ്രോഗ്രാമിൽ കുറച്ച് കാര്യങ്ങൾ ലാസ്റ്റ് നിങ്ങൾക്ക് കേൾക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പറയാനുണ്ട്. ഓക്കെ രതീഷ് സാർ, വെൽക്കം. ഓക്കെ, താങ്ക് യു മാഡം. എന്റെ വോയിസ് കറക്റ്റ് ആണോ? യെസ് യെസ്, ഓക്കെ ആണ്. ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇപ്പൊ ഈ ഒരു സൂം മീറ്റിംഗിൽ ഇരിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയിൽ കുറച്ചു കാലം മാറി നിന്നെങ്കിലും അതിഗംഭീരമായിട്ട് ഒരു തിരിച്ചുവരവ് നടത്താൻ എനിക്ക്, അത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വൈഫ് കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് സത്യവും. ആദ്യമേ എനിക്ക് ഈ ഒരു അവസരം തന്ന നമ്മുടെ സൂറ മാഡത്തിന്റെ ഈ ഒരു സൂം, ഒരുപാട് ലീഡേഴ്സ് ഉള്ള ഈ ഒരു പ്രോഗ്രാമിൽ അവസരം തന്നതിന് എല്ലാവരോടും താങ്ക്സ് പറയാണ്. എനിക്ക് കുറച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ജസ്റ്റ് പറയാനുള്ളൂ. കാരണം ഞാനും ഇതിലേക്ക് തിരിച്ചുവരവ് നടത്തുമ്പം എനിക്കും എല്ലാവരെയും പോലെ ആവണമെന്ന് ഒരു ആഗ്രഹം എനിക്കുമുണ്ട്. നേരത്തെ മുംതാസ് മാഡം പറഞ്ഞതുപോലെ, നുസ്രത്ത് മാഡം പറഞ്ഞതുപോലെ നിങ്ങളുടെ അതേ ഒരു ക്വാളിഫിക്കേഷനുള്ള ഒരാളാണ് ഞാനും. അപ്പൊ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് ഒരുപാട് ആ ഒരു എക്സൈറ്റ്മെന്റും കൂടി ഉണ്ട്. 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള നമ്മുടെയൊക്കെ ലീഡേഴ്സ് കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ അത് നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ അല്ലാതെ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ കൂടെയൊക്കെ പഠിച്ചവർ 1ാം സ്ഥാനം 2ാം സ്ഥാനമൊക്കെ കയറി ഒരുപാട് ജോലികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്ക് ഇതൊക്കെ സാധിക്കുന്നുണ്ടാവും, മറ്റു പല ബിസിനസ് ചെയ്യുന്നവർക്കും. പക്ഷെ നമുക്ക് ഇവിടെ സാധിക്കും എന്നുള്ളതും, ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട്, കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല പ്രോഗ്രാം നമ്മുടെ ഇതിൽ ചെയ്തതുമാണ്. അപ്പൊ ആ ഒരു സന്തോഷം, എല്ലാവരും കൂടെ ഇരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. പിന്നെ ഫാമിലി ആയിട്ട് ചെയ്യുന്നതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം അത് ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാണ്. പിന്നെ ഞാൻ ഈ ഒരു കമ്പനി തിരഞ്ഞെടുക്കുന്ന സമയത്ത് മാഡം പറഞ്ഞു ഞാനാണ് ആദ്യമായിട്ട് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അതിൽ ഞാൻ ഫസ്റ്റിലെ നമ്മൾ ഫോളോ ചെയ്ത ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മളൊരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പുതിയതായിട്ട് വന്ന ആളുകളോട് ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ്. കാരണം ഒരു കമ്പനിയുടെ ഒരു പാരമ്പര്യം അത് വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇന്നൊന്നലെയോ പൊട്ടിമുളച്ച ഒരു കമ്പനിയാണോ എന്നുള്ളത് നമ്മൾ ശരിക്കും തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ നിത്യോപയോഗ സാധനങ്ങളാണോ നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത്, അത് വളരെ ഒരു പ്രാധാന്യമുള്ള സംഭവമാണ്. അതുപോലെ നമുക്കൊരു തുലാസിന്റെ ഒരു ഭാഗം പറയുന്ന പോലെ നമ്മുടെ കമ്പനി പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു നമ്മുടെ ലേണിംഗ് സിസ്റ്റം ഒരേ തുലാസിൽ തന്നെ തുല്യ ഇത് നിൽക്കുന്ന ഒരു സിസ്റ്റമാണ്. കാരണം നല്ല ലേണിംഗ് സിസ്റ്റം തരാതെ ഒരിക്കലും നമുക്ക് ഒരു സാധാരണക്കാരന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് വലിയൊരു ഭാഗത്തിന്റെ രീതിയാണ്. അതുപോലെ നമുക്ക് വരുമാന രീതി തരുന്നതും വളരെയധികം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇതൊക്കെ ആഗ്രഹിച്ചാണ് നമ്മൾ വരുന്നത്, നമ്മുടെ സ്വപ്നങ്ങൾ. അപ്പൊ വരുമാന രീതിക്ക് വലിയൊരു ഇതുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതിന് നമ്മുടെ കമ്പനി അതിനുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുക്കുന്നതും അതോടൊപ്പം കൂടെ നിന്ന് ഒരുമിച്ച് പോകുന്നതൊക്കെ. അപ്പൊ ഇതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ലിങ്ക് തന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിലേക്ക് ആരാണോ നിങ്ങളെ വിളിച്ചിരുത്തിയത്, ഏത് ലീഡറോ ആയിക്കോട്ടെ, അയാൾ ആരോ ആയിക്കോട്ടെ, പക്ഷെ നമുക്കറിയാം ദൈവത്തെ നമ്മൾ ഒരാളും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ദൈവം നമുക്കൊരു നിമിത്തമായിട്ടാണ് പല ആളുകളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. ആ വന്ന വ്യക്തി, നിങ്ങളെ ഈ മീറ്റിങ്ങിന്റെ ഈ ലിങ്ക് തന്ന് നിങ്ങളെ ഇവിടെ ക്ഷണിച്ച ആ വ്യക്തി ഒരു ദൈവദൂതനാണെന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക. കാരണം ഇത് ദൈവികപരമായ ബിസിനസ്സാണെന്ന് ഇവിടെ പലരും പറഞ്ഞില്ലേ, അത് സത്യസന്ധമായ കാര്യമാണ്. സത്യസന്ധമായിട്ടുള്ള ആളുകൾക്ക് ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാനും പറ്റുള്ളൂ. അപ്പൊ നിങ്ങളെ കൂടെ വന്ന ഈ ലീഡറായിട്ട് നിങ്ങളെ വിളിച്ചു വരുത്തിയ ആളോട് എല്ലാ സംശയങ്ങളും തീർത്ത് നല്ല ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയൊരു ബിസിനസ്സാണ്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പലരും ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായി പോകുന്നത്. അത് പ്രശ്നങ്ങളെ എല്ലാവരും വലുതാക്കി കാണുന്നു, സ്വപ്നങ്ങളെ ചെറുതാക്കി കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്വപ്നങ്ങളെ വലുതാക്കുക. അന്നേരം ഓട്ടോമാറ്റിക്കലി പ്രശ്നങ്ങൾ ചെറുതാവും, എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. കാരണം കഴിഞ്ഞ മെയ് മാസം മുതൽ നമുക്കൊരു ഇൻഫിനിറ്റി ഒരു പ്ലാൻ വന്നിട്ടുണ്ട്, മോദി വേ എന്ന പേരിൽ.
അതൊരു അനന്തമായ ഒരു സാധ്യതയാണ്. ലക്ഷങ്ങൾ വരുമാനം നേടുക എന്നുള്ളത് കേൾക്കാൻ പോലും പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? കാരണം ഒരു 30,000 രൂപ ഒരു മാസ വരുമാനം കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അത് നമുക്ക് സാധാരണക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു 50,000 1,00,000 രൂപയൊക്കെ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിൽ ഒരു മൈൻഡിൽ കൊടുക്കുക. അത് കിട്ടുമോ എന്നുള്ള സംശയങ്ങളാണ് പലർക്കും. അത് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾ ആദ്യം കൊടുക്കുക. എല്ലാം വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു 10-700ഓളം പ്രൊഡക്റ്റുള്ള ഒരു കമ്പനിയാണ്. അപ്പം ഒരു തരത്തിലും നിങ്ങൾ നെഗറ്റീവ് ആകണ്ട. നിങ്ങൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. എല്ലാത്തിനും ഒരുപാട് ലീഡേഴ്സ് കൂടെ ഉണ്ട്. ഇപ്പം എന്റെ ടീം ഒരുപാട് പേര് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഞങ്ങളല്ല ഇവർക്ക് ഈ മീറ്റിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഒരുപാട് പേരുണ്ടെന്നുള്ളതാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി നമുക്കൊരു നല്ല ലേണിംഗ് സിസ്റ്റത്തോടു കൂടി നമുക്ക് വിജയിക്കാൻ സാധിക്കും. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു രതീഷ് സാർ. ഒരുപാട് ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? മെന്റലി, അതുപോലെ തന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും സാർ ഇവിടെ ഷെയർ ചെയ്തു. പറഞ്ഞ പോലെ നമ്മളെ പോലെയുള്ള ഒരു വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷനിൽ നിന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് പ്രോഗ്രാമിലൂടെയാണ് അല്ലെ? അല്ലാണ്ട് ഒരിക്കലും 30,000 രൂപയിൽ നിന്ന് 1,00,000 രൂപയിലേക്ക് ചിന്തിക്കാനുള്ള ഒരു പക്വത നമുക്ക് വരൂല. തീർച്ചയായിട്ടും ഞാനൊരു 10,000 രൂപയിലാണ് ഈ ബിസിനസ്സിലേക്ക് വന്നതെങ്കിലും ഇന്ന് 1,00,000 രൂപ, അതിനപ്പുറം 5 ലക്ഷം രൂപയിലേക്ക് എന്റെ ആ ഒരു സ്വപ്നം പോയത് ഈ ഒരു ബിസിനസ്സും ലേണിംഗ് സിസ്റ്റം മാത്രമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളെ ടീമിൽ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നമ്മളെ വർക്ക് കുറയും. നമുക്ക് അധികം ആദ്യത്തെ ആ ഒരു എഫേർട്ട്, മറ്റ് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആളുകൾ അന്നും ഇന്നും ഒരുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളവിടുത്തെ ലീഡേഴ്സ് ഒക്കെ ഒരു പരിധി കഴിഞ്ഞാൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് അവരെ സിസ്റ്റം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവര് പല ഇന്റർനാഷണൽ ട്രിപ്പുകളും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരെ ഫാമിലിയുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു ക്വാളിറ്റി എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മളെ മോദിക്കർ കമ്പനിയിൽ. ഇനി നെക്സ്റ്റ് ഞാൻ വിളിക്കാൻ പോകുന്ന ഒരാളെ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ നമ്മളെ ജോലിന്റെ കൂടെ നമ്മളെ വരുമാനം തികയാഞ്ഞിട്ട് നമ്മളൊരു പാർട്ട് ടൈം ജോബോ അല്ലെങ്കിൽ പാർട്ട് ടൈം ബിസിനസ്സോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കും സൈഡായിട്ട്. അപ്പോൾ ആ ഒരു വരുമാനം തികയാത്ത ഒരു സാഹചര്യത്തിലും അതുപോലെ തന്നെ ഈ ബിസിനസ്സിലെ വന്ന സമയത്ത് ഒരുപാട് സംശയത്തോടെ, അപ്പൊ നമ്മളെ ടീമിലൊക്കെ സംശയത്തോടെ നോക്കി കാണുന്ന കുറെ ആളുകൾ ഉണ്ടാവും. അവരെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ. കാരണം ഇവരുണ്ടല്ലോ, അത് വേറൊരു ലെവലിലേക്ക് മാറും എന്നുള്ളത്. അപ്പൊ എന്റെ ടീമിൽ നോക്കുകയാണെങ്കിൽ ഉമ്മുൽ ഹെറ മേഡം ഭയങ്കര സംശയത്തിന്റെ ആളായിരുന്നു. അവരാണ് എന്നെക്കാളും മുന്നേ 1,00,000 രൂപ വരുമാനം അയച്ചത്. അതേപോലെ തന്നെ നമുക്ക് തോന്നുന്ന, ഇപ്പൊ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന ആളെ കുറിച്ച് പറയുന്ന സമയത്ത് ഡൗട്ടുകളോടൊരു പെരുമയായിരുന്നു. എനിക്കൊക്കെ ഒരുപാട് വോയിസ് അയക്കായിരുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചു. പ്രൊഡക്റ്റിലൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുന്ന സമയത്ത് വലിയൊരു ടീമിനെ നയിക്കുകയും അതുപോലെ തന്നെ ഒരു ആലോചിച്ച് നോക്കിയ ഒരു മദ്രസ അധ്യാപകൻ എന്ന രീതിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു 4 ഇരട്ടി അല്ലെ, 4 ഇരട്ടിയൊക്കെ എന്തായാലും ഇൻകം ഇപ്പൊ മോദിക്കയിലൂടെ വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യാം. ഹസീബ് സാർ, വെൽക്കം സാറിന്റെ സ്പീക്കർപടി അല്ലെ? ഓക്കെ, ഹസീബ് സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം കാർ അച്ചീവർ ആണ്. അതുപോലെ തന്നെ ഗൾഫിലുള്ള സഹോദരനെയും ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു വലിയൊരു ഓർഗനൈസേഷൻ, നല്ലൊരു സിസ്റ്റം കൊണ്ടുവന്ന ഒരു ലീഡറാണ്. സാറിന്റെ കുറച്ച് വാക്കുകൾ നമുക്ക് കേൾക്കാനുണ്ട്. നിങ്ങൾക്ക് പലർക്കും പ്രചോദനമാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവരും ലീവ് ചെയ്യാണ്ട് പ്രോഗ്രാമിൽ തന്നെ ഇരിക്കുക. ഓക്കെ, ഹസീബ് സാർ, വെൽക്കം. ഓക്കെ, താങ്ക് യു നിസ്രത്ത് മാഡം. പേര് പരിചയപ്പെടുത്തി, പേര് ഹസീബ് റഹ്മാൻ എന്നാണ്. ഓൾറെഡി പലർക്കും പരിചയം ഉണ്ടാവും, എങ്കിലും പുതിയ ആളുകൾക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇൻട്രസ്റ്റ് ചെയ്യുന്നു, പരിചയപ്പെടുത്തുന്നു. മോദിക്കർ ബിസിനസ്സിലേക്ക് വന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ബിസിനസ്സിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്ന് കേട്ട സമയത്തും, അതുപോലെ തന്നെ പഠനത്തിന്റെ കൂടെ ചെയ്യാം, നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, അതിന്റെ കൂടെ കുഞ്ഞു കുഞ്ഞു സമയങ്ങൾ നമ്മളൊന്ന് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ മികച്ച വരുമാനം ആ പാർട്ട് ടൈം ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബിസിനസ്സിലേക്ക് വന്നത്. ആദ്യത്തെ 3 മാസം ബിസിനസ് ആയിട്ടൊന്നും കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ ലീഡർ ആയിട്ടുള്ള ഷർഫുദ്ദീൻ സാറും ജലീൽ സാറും എന്റെ വീട്ടിലേക്ക് വന്നു. ആ വീട്ടിലേക്ക് അവർ വന്നത് ഒരു ആക്റ്റീവ ബൈക്കിലായിരുന്നു അവർ വന്നത്. കാരണം ഞാൻ ഇന്നും അത് മനസ്സിൽ കാണുന്നതാണ്. കാരണം ആ സമയത്തൊന്നും ബിസിനസ്സായി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. 3 മാസത്തിന് ശേഷം എന്റെ ജ്യേഷ്ഠൻ സിയൽറഹ്മാൻ സാർ എന്റെ കൂടെ ബിസിനസ്സിലേക്ക് വന്നു. അദ്ദേഹം 20,000 രൂപയുടെ പ്രൊഡക്ട്സ് ഹോം ഷോപ്പി ആയിട്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയിൽ, അതായത് മീൻസ് അദ്ദേഹം റിസ്ക് എടുത്തിട്ടാണ് എന്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടക്കുന്നത്, ഞാനല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ നടന്നിട്ടുള്ള ഒരു ഹോം മീറ്റിംഗിൽ എന്റെ ലീഡർ ജലീൽ സാറും ഷർഫുദ്ദീൻ സാറൊക്കെ വന്നു. ഞാനൊരു മൂലയിൽ
ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കായിരുന്നു. അപ്പൊ ജലീൽ സാറും ഷർഫുദ്ദീൻ സാറൊക്കെ പറയുന്നതൊക്കെ കേട്ട സമയത്ത് ആ സമയത്ത് ജലീൽ സാർ പറയുന്നത് അന്നത്തെ അദ്ദേഹത്തിന്റെ വരുമാനം ഏകദേശം എനിക്ക് തോന്നുന്നു 25,000 രൂപക്ക് മുകളിൽ, ഏകദേശം 25,000 രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ വരുമാനം. അപ്പൊ ഞാനൊരു മൂലയിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചു, മദ്രസിൽ നിന്ന് ഒരു 5,000 രൂപ വരുമാനം കിട്ടും, ആ സമയത്ത് മോദിക്കേറിൽ നിന്ന് ഒരു 10,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ ടോട്ടൽ ഒരു 15,000 രൂപയും ഒരു മാസം തരക്കില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ് ബിസിനസ്സിനെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 3 മാസം ബിസിനസ്സിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ഈ ബിസിനസ്സിലൂടെ 10,000 രൂപ വാങ്ങണം എന്നുള്ള മൈൻഡിലേക്ക് മോദിക്കർ ബിസിനസ് സെലക്ട് ചെയ്ത സമയത്ത് പിന്നീടുള്ള ആദ്യത്തെ ആ ഒരു 3 മാസം കൊണ്ട് തന്നെ കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറയുന്ന റാങ്കിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. പിന്നീട് കോളേജൊക്കെ ഓപ്പൺ ആയി. ആ കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര സ്വപ്നത്തോടുകൂടി ആഗ്രഹത്തോടു കൂടിയാണ് കോളേജിലേക്ക് പോകുന്നത്. കാരണം ബ്യൂണിപ്പിൾ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ബോക്സിൽ, മോദിക്കന്റെ ബോക്സിൽ മാക്സിമം പ്രൊഡക്ട്സ്, പേസ്റ്റും സോപ്പും എല്ലാം നിറച്ചിട്ടാണ് കോളേജിലേക്ക് ഞാൻ പോകുന്നത്. ഇതെന്തിനാണ് ഈ പ്രൊഡക്ട്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും മോദിക്കറിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം, അവർക്കൊക്കെ ഈ പ്രൊഡക്ട്സ് കൊടുക്കണം. ഈ വല്ലാത്ത ആഗ്രഹമായിട്ട് ഞാൻ പോയ സമയത്ത് പല ആളുടെയും സംസാരിച്ചു, കോൺടാക്ട് ചെയ്തു, പലരുടെയും ഞാൻ എല്ലാം സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് ഇവരൊക്കെ നെഗറ്റീവായി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ പല ആളുകൾ നെഗറ്റീവ് കേട്ട സമയത്ത് ഞാൻ എന്റെ അപ്പലി ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഞാൻ മുറുകെ പിടിച്ചു. അവരോട് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള നെഗറ്റീവ് എന്താണോ അത് ഞാൻ പറയാൻ തയ്യാറായി എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവ്. പകരം അവരിൽ നിന്ന് നെഗറ്റീവ് കേട്ടിട്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഒരു അച്ചീവ്മെന്റുകളോ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നിന്ന് ഒന്നും, അല്ലെങ്കിൽ 0 ആയിരുന്ന ഈ വ്യക്തിക്ക് ഇന്നൊന്നും ആവാൻ പറ്റില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെ പലരും പറഞ്ഞത് 10ാം ക്ലാസ് എന്ന് പറഞ്ഞു. ഞാൻ 10ാം ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിലും 10ാം ക്ലാസ്സിൽ പോയ വിദ്യാഭ്യാസം എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ 7ാം ക്ലാസ്സിലാണ് തോന്നുന്നു ഞാൻ ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ്, ആ ഒരു സ്പെല്ലിംഗ് ABCD എന്ന് പറയുന്ന 27 അക്ഷരം വരെ ഞാൻ പഠിച്ചത് 7ാം ക്ലാസ്സിലാണ്. അതും സ്കൂളിൽ പോയിട്ടില്ല, എന്റെ ജ്യേഷ്ഠൻ എന്റെ വീട്ടിൽ ഇരുത്തി പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത്രമാത്രം വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതിന് ഒരു വിദ്യാഭ്യാസം ഇല്ല, എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ജ്യേഷ്ഠൻ എന്നെ പഠിപ്പിച്ചതൊന്നും, അല്ലാതെ സ്കൂളിൽ പോയിട്ടുള്ള ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നീട് +1 ഞാൻ ഒരിക്കലും പോവില്ല എന്ന് വാശി പിടിച്ചു. അങ്ങനെ എന്റെ ജ്യേഷ്ഠൻ ക്യാഷ് കൊടുത്ത് അവിടെ നിർബന്ധിപ്പിച്ച് എന്നെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തി. ഞാൻ പറഞ്ഞു, വെറുതെ എന്നെ ചേർത്തണ്ട, ആ ക്യാഷ് കയ്യിൽ എനിക്ക് തന്നോളൂ എന്ന് ഞാൻ ജാസ്റ്റിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ എന്നെ നിർബന്ധിപ്പിച്ചാണ് +1 എന്നെ കൊണ്ടുവച്ചിട്ട് അവിടെ ഞാൻ പരാജയപ്പെട്ടു. അപ്പം ഞാൻ ആകെ വിജയിച്ചത് ഏത് മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോദിക്കർ ബിസിനസ്സിലൂടെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ആ ഒരു സമയത്തൊക്കെ ഒരുപാട് ആളുകൾ കളിയാക്കിയിട്ടുണ്ടെങ്കിലും ആ കളിയാക്കിയ സംഭവങ്ങളൊക്കെ എന്റെ ലീഡേഴ്സിനോട് ഞാൻ പറഞ്ഞ സമയത്ത് അവരൊക്കെ എന്നെ ചേർത്തിരുന്നു. അതൊക്കെ ഉണ്ടാവും. കാരണം സ്വാഭാവികമാണ്, ഈ ഒരു ബിസിനസ് ആയിട്ട് നീ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മളിപ്പോൾ ഒരു പക്ഷേ കേൾക്കണം. നീ എന്റെ കൂടെ നിൽക്ക്, ഞങ്ങൾ നിന്നെ വിജയിപ്പിക്കും എന്നുള്ള ആ ഒരു ചേർത്ത് നിൽപ്പിന് ആ ഒരു വാക്ക് കേട്ട സമയത്ത് എന്റെ ലീഡേഴ്സിന്റെ കൂടെ ഞാൻ ചേർന്ന് നിന്നു എന്നുള്ളതാണ്. അങ്ങനെ ചേർന്ന് നിന്ന സമയത്ത് കോളേജിന്റെ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് കമ്പനിയുടെ സീനിയർ ഡയറക്ടർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 9,000 സംതിങ് രൂപയായിരുന്നു അന്ന് വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കോളേജിന്റെ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് പിന്നീട് സേലത്തേക്ക് പണിക്ക് പോയാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് ഞാൻ മാറി. കാരണം കോളേജ് പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീടൊക്കെ ഒന്ന് നന്നാക്കണം, വീട്ടിൽ കല്യാണം കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ വീടൊക്കെ ഒന്ന് നന്നാക്കി ഒന്ന് ഉഷാറാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് മാറി. അപ്പം മുതിക്കറിൽ നിന്ന് കിട്ടുന്ന ഒരു 9,000 രൂപ കൊണ്ടോ 10,000 രൂപ കൊണ്ടോ ഒന്നും സാധിക്കില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത. അങ്ങനെയാണ് സേലത്തേക്ക് പോയാലോ എന്നുള്ളൊരു ആഗ്രഹം വന്ന സമയത്ത് വീടിന്റെ തൊട്ടടുത്ത് തന്നെ അവർക്ക് സ്ഥലത്ത് അത്യാവശ്യം നല്ല ബിസിനസ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. അങ്ങനെ സ്ഥലത്തേക്ക് പോകാനുള്ള തീരുമാനത്തിൽ ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ എനിക്ക് ഉറപ്പാണ്, ജാസ്റ്റൻ സ്യാവുൽ സാറോട് ഈ വിവരം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും എന്നെ സ്ഥലത്തേക്ക് പറഞ്ഞയക്കില്ല. അപ്പൊ ഞാൻ എന്റെ വീട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊക്കെ ഓക്കെയാണ്. അങ്ങനെ ജാസ്റ്റനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ലാസ്റ്റ് എന്റെ ഉമ്മ ജാസ്റ്റനോട് പറഞ്ഞു. അപ്പൊ സ്യാവുൽ സാർ പറഞ്ഞു, ഒരിക്കലും അവനെ സ്ഥലത്തേക്കൊന്നും പറഞ്ഞയക്കരുത്, മോദിക്കർ ബിസിനസ് മാത്രം ഇപ്പൊ അവൻ ചെയ്യുന്നത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ചെയ്ത് തുടരണം, നല്ല വരുമാനം അവനിലേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിവരം ജാസ്റ്റൻ എന്നോട് പറഞ്ഞു. അപ്പൊ മോദിക്കർ മാത്രമേ ഇനി ചെയ്യാൻ പറ്റുള്ളൂ, ഒരിക്കലും സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ മാറി. ആ മാസമാണ് മോദിക്കർ ബിസിനസ്സിലൂടെ ഞാൻ ഒന്നുകൂടെ തീരുമാനം ഉറപ്പിച്ചു, നല്ല വരുമാനം ഇന്ന് വാങ്ങണം. കാരണം മോദിക്കർ മാത്രമേ ഇനി എന്റെ മുന്നിലുള്ളൂ. ആ സമയത്ത് മോദിക്കർ ബിസിനസ് മാക്സിമം നല്ല രീതിയിൽ ഞാൻ ചെയ്ത് ആ സമയത്ത് എന്റെ വരുമാനം 12,684 രൂപയായിരുന്നു ആ മാസത്തെ എന്റെ വരുമാനം. അതിന്റെ തൊട്ടടുത്ത മാസത്തിലേക്ക് എന്റെ വരുമാനം 24,235 രൂപയിലേക്ക് മാറി. അതിന്റെ തൊട്ടടുത്ത മാസം എന്റെ വരുമാനം 42,334 മാറി. അതിന് അടുത്ത മാസം എന്റെ വരുമാനം 52,349 മാറി. പിന്നീട് കമ്പനിയുടെ പ്ലാറ്റിനം ഡയറക്ടർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്താനും കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് മോദിക്കർ ബിസിനസ്, അതായത് 2.5 വർഷം കൊണ്ട് തന്നെ ഈ ബിസിനസ്സിലൂടെ 15 ലക്ഷം രൂപയുടെ XUV300 എന്ന് പറയുന്ന വാഹനം നേടിയെടുക്കാനും ഈ ബിസിനസ്സിലൂടെ എനിക്ക് സ്വന്തമായി എന്റെ കാർ ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതും ഈ കഴിഞ്ഞ നവംബർ മാസം, ഈ 2025 നവംബർ മാസത്തിലേക്ക് എന്റെ അക്കൗണ്ടിലേക്ക് വന്ന വരുമാനം 55,000 രൂപക്ക് മുകളിലുമാണ്. അതായത് നിയർ അബൌട്ട് ഒരു 58,000 രൂപയിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ഈ 50,000
50,000 രൂപക്ക് മാസം ഒരു വരുമാനം വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചിന്തിക്കുന്നതിനേക്കാളും വളരെ അപ്പുറത്താണ്. അപ്പൊ ഈ ഒരു ബിസിനസ്സിലൂടെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒന്നുമല്ലാതിരുന്ന ഒരു വ്യക്തി മീൻസ് 7ാം ക്ലാസ്സിൽ നിന്നാണ് പോലും ഈ സ്പെല്ലിംഗ് പോലും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലെങ്കിൽ ഈ ബിസിനസ്സിലൂടെ സീറോ ആണെങ്കിലും ഹീറോ ആവാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഞാൻ തിരിച്ചറിഞ്ഞ സമയത്ത് ആരൊക്കെ എന്തൊക്കെ കളിയാക്കിയാലും എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും ശരി, മോദിക്കർ ബിസിനസ് വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്നും ചിന്തിക്കുന്നതും എന്റെ ടീമിനോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം എനിക്ക് വരുമാനം കിട്ടുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾക്ക് വരുമാനം കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുടെ കാൽമുട്ട് വേദന, ഒരുപാട് ആളുകളുടെ തൈറോയിഡ്, ഒരുപാട് ആളുടെ പല പ്രശ്നങ്ങൾക്ക് നീറുന്ന ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പാൻ ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതും ഈ ബിസിനസിന്റെ മാത്രം പ്രത്യേകതയായിട്ട് ഞാൻ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അൽഹംദുലില്ലാ വലിയ രീതിയിലേക്ക് ഇന്ന് ബിസിനസ്സിനെ അല്ലെങ്കിൽ ടീമിനെ വലിയ ഒരുപാട് ജില്ലകളിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റുകളിലേക്ക്, ഇന്ന് മുംബൈയിൽ എനിക്ക് നല്ലൊരു ടീം ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലേക്ക്, ജില്ലകളിലേക്കെല്ലാം ഈ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യിക്കാൻ ഒരു വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്ത എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുന്നതും, നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ കമ്പനിയുടെ മലേഷ്യൻ ട്രിപ്പ് അച്ചീവറാണ്, ഗോവ ട്രിപ്പ് അച്ചീവറാണ്, ബാംഗ്ലൂർ ട്രിപ്പ് അച്ചീവറാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയുന്നത്, ഒരൊറ്റ തീരുമാനം നിങ്ങൾ എടുത്തിട്ട് നിങ്ങളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയോട് നിങ്ങളൊന്ന് കൈ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, സാർ എനിക്കും ഈ ബിസിനസ്സിൽ വിജയിക്കണം, ഇവരെ പോലെ എനിക്കും ഒന്ന് ആവണം, എന്റെ ജീവിതത്തിൽ എനിക്ക് മെച്ചപ്പെട്ട ഇതിലേക്ക് മാറണം എന്നുള്ള തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം ഈഗോ ഇല്ലാതെ നല്ല മനസ്സോടുകൂടെ നിങ്ങളൊന്ന് പറയാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളെ ഓരോ ലീഡേഴ്സും നിങ്ങളെ ചേർത്ത് പിടിക്കാൻ തയ്യാറാണ്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് മികച്ച വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ലീഡേഴ്സാണ് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത്. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ ലീഡേഴ്സ് ഞാനൊരു മില്യൺ ആവണം, മാസം 1 ലക്ഷം രൂപ മുകളിൽ വരുമാനം വന്ന വ്യക്തിയാണെന്ന് എന്റെ ലീഡേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എന്റെ ടീമിനെ കുറിച്ചും എന്റെ ടീമിലുള്ള ഓരോരുത്തരും ആഗ്രഹിക്കുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ വരുമാനം അവർക്ക് ഉണ്ടാവണം എന്നുള്ളത് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഒന്ന് ചേർത്ത് നിൽക്കുന്ന സമയത്ത് ഇത് വലിയൊരു ടീം ഉണ്ടാക്കാനും ഒരുപാട് ആൾക്ക് വരുമാനം കൊടുക്കാനും ഒരുപാട് ആളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് കണ്ണീരൊപ്പാനും നമ്മളൊക്കെ അതിന്റെ ഭാഗമാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. നേരത്തെ ഒരുപാട് ആളുകൾ പറഞ്ഞു ഇത് ദൈവികരമായിട്ടുള്ള ബിസിനസ് ആണെന്നുള്ളത്. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു വ്യക്തിയായിരുന്നു. അൾസർ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 8-9 വർഷത്തോളം ഞാൻ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പലപ്പോഴും എൻ്റെ ഉമ്മ കരയാറുണ്ടായിരുന്നു. അതായത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ തന്നെ അത് തൊണ്ടിലൂടെ ഇറങ്ങാൻ പറ്റുന്നില്ല, റംസാൻ മാസം വന്നാൽ നോമ്പ് നോക്കാൻ പറ്റുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ ആ സമയത്തൊക്കെ ഉമ്മ പലപ്പോഴും കരഞ്ഞു. ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്, ഈ ബിസിനസ് എനിക്ക് കിട്ടിയത്, ഈ പ്രൊഡക്ട്സ് എനിക്ക് കിട്ടിയത്, എന്റെ അൾസർ മാറിയത്. അതുപോലെ തന്നെ ഉമ്മ പറയാറുണ്ടായിരുന്നു, ജാസ്റ്റിൻ ഓൾറെഡി ഓക്കെയാണ്, അത്യാവശ്യമൊക്കെ നല്ല വരുമാനമുണ്ട്, പക്ഷെ ഇവനപ്പം എന്താ ചെയ്യുക, ഇവനൊക്കെ എന്താ കട്ടുക, ഇവനൊക്കെ ഇപ്പൊ എങ്ങനെ വരുമാനം കിട്ടുക? ഇതൊരു ഉമ്മാന്റെ പ്രാർത്ഥന കാരണത്താലായിരിക്കാം ഈ ബിസിനസ് എന്റെ കയ്യിൽ കിട്ടുന്നതും അൽഹംദുലില്ലാ ഇന്ന് വീടൊക്കെ അത്യാവശ്യം തർക്കമില്ലാത്ത നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനും ഇതിനൊക്കെ എനിക്ക് സാധിക്കുന്നത് ഈ ബിസിനസ് ആണ്, ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. ഇതാണ് ഈ ഒരു ബിസിനസ്, ദൈവികരമായിട്ടുള്ള ബിസിനസ് എന്ന് പലരും പറയുന്നതിന്റെ കാരണം ഒരുപാട് ആളുകളെ വിജയിപ്പിക്കാൻ നമ്മൾ ഓടുന്ന സമയത്ത് പിന്നെ നമ്മൾ എങ്ങനെ പരാജയപ്പെടും. അപ്പൊ ഇനിവേ കൂടെ നിൽക്കുക. എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. നിങ്ങൾക്ക് ആരാണോ ഈ ലിങ്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചെന്നത് അവരുടെ കൂടെ നിന്ന് ചേർത്ത് നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവരും നിങ്ങളെ വിജയിപ്പിക്കും. അപ്പൊ ഇനിവേ എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ, വാവ്, അടിപൊളി. ഹസീഫ് സാർ, താങ്ക് യു. വളരെ എന്ത് തോന്നി? പുതിയ ആളുകൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒരു കാര്യം ഓർത്തു വെക്കുക. ഈ ഒരു ഓർഗനൈസേഷൻ ഞങ്ങൾക്ക് ഒരു കോർ മെമ്പേഴ്സ് ഉണ്ട്. ഹസീഫ് സാറ്, സിയാവുൽ സാറ്, ഞാൻ, സുഹറ മാഡം, സുജിഷ മാഡം, ഉമ്മുൽഹറ മാഡം, മുന്തസ് മാഡം, സൈഫിനിസ മാഡം, ഞങ്ങൾ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഈ ഒരു ടീമിനൊപ്പം നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, ഞങ്ങൾ എന്തായാലും തീരുമാനം എടുത്തതാണ് ഈ ഒരു ബിസിനസ്സിലൂടെ മാസം 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ മാസ വരുമാനം ഞങ്ങൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അത് മോദി കെയറിലൂടെ എന്ത് വന്നാലും ഞങ്ങൾ നേടും. അതിന് നിങ്ങളല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ളൊരു 100 പേര് ഞങ്ങളെ കൂടെ വരും. ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കാരണം നിന്ന് കഴിഞ്ഞ് ഞങ്ങളെ കൂടെ ഈ ഒരു ടീമിന്റെ കൂടെ ഒന്ന് കട്ടക്ക് നിന്ന് പ്രോഗ്രാമുകളും പ്രോഡക്റ്റും അതുപോലെ തന്നെ ടീമും അതുപോലെ തന്നെ ഹോം മീറ്റിങ്ങും ഒക്കെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫിലും ഇതുപോലെയുള്ള, കാരണം ഒരാളോട് ഞാനിപ്പോ നമ്മളെ ഈ ഒരു മോദി കെയർ വരുമാനം വാങ്ങുന്ന ലീഡേഴ്സ് അല്ലാതെ അല്ലെങ്കിൽ മോദി കെയറിൽ അല്ലാണ്ട് പ്രവാസികളായിട്ടുള്ളവരും നാട്ടിലുള്ളവരും ഒക്കെ ഉണ്ടാവും. നിങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും നിങ്ങളെ ഇൻകത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെ? നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന വരുമാനത്തിൽ ഒരിക്കലും ആരും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലൊരു പ്രീമിയം കാറിലേക്കും ഒരു വിദേശ യാത്രകൾ പോകാനും കുട്ടികൾക്ക് നല്ല ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ലൈഫിൽ നമ്മൾ എല്ലാ ചെലവുകളും കഴിഞ്ഞ് അക്കൗണ്ടിൽ ഒരു സേവിങ്സ് വരിക എന്നുള്ളത്, കാരണം ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, ഇതൊക്കെ നിങ്ങൾക്ക് വേണം, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള വരുമാനത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട്
ഒരു രൂപ പോലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. പ്രൊഡക്റ്റുകൾ നല്ല പ്രൊഡക്റ്റിന്റെ 1-to-1 ആയിട്ടും നിങ്ങൾ ഓരോ വ്യക്തികളെടുത്തും നമ്മളെ പ്രൊഡക്റ്റിന്റെ ഒരു ഡെമോ കാണിച്ചു കൊടുത്ത് ആ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഫസ്റ്റ് ഒരു ഇൻകം പ്ലാൻ, ആ ഒരു ഡയറക്ടർ ബോണസ് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്ക് പറയാൻ ഒരു 100 പേരോട് നിങ്ങൾക്ക് പറയാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ അത് പഠിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഒരു 6 മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ. ഈ 2026 തീരുന്ന സമയത്തേക്കും 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ മോദി കെയർ, നിങ്ങളെ വരുമാനം എത്രയോ ആവട്ടെ ഇപ്പോഴുള്ള ആ വരുമാനത്തിലെ പുറമെ മോദി കെയറിന് 1 ലക്ഷം രൂപ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു സിസ്റ്റത്തിന്റെ കൂടെ കയറി നിന്നാൽ മതി. കയറി നിന്ന് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത് ആ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആവാം 1 ലക്ഷം രൂപ മാസ വരുമാനം എന്നുള്ളത്. 1 ലക്ഷം രൂപ വരെയാണ് നമ്മൾ പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, കണ്ണ് ചുമ്മി തുറക്കുന്ന സമയം മതി. കാരണം അത്രയും സിമ്പിൾ ആണ്. കാരണം ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടും. ടീമിൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കിടന്നുറങ്ങിയാലും നിങ്ങൾക്ക് വരുമാനം വരുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് ആണ് ഈ ഒരു മോദി കെയർ. എസ്പെഷ്യലി നമ്മളെ പ്രൊഡക്റ്റുകൾ നോക്കുന്ന സമയത്ത് പുതിയ പ്രീമിയം പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓരോരോ കാര്യത്തിനും അടിപൊളി സെഗ്മെന്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹെയർ ഗ്രോത്തിന്, അതുപോലെ തന്നെ ഹെയറിന്റെ എന്തെല്ലാം പ്രശ്നങ്ങൾക്കുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ കുടൽ ശുദ്ധിയാക്കാനുള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ നമുക്ക് സ്കിൻ കെയറിൽ പ്രീമിയം സ്കിൻ കെയർ, അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കും. ഇപ്പം 83% ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഓവർ വെയിറ്റ് എന്നുള്ളത്. അപ്പൊ അതിന് സൊല്യൂഷൻ ഉണ്ട്. ഷുഗർ ഉള്ള പേഷ്യന്റിന്, വെരിക്കോസ് ഉള്ള ആളുകൾക്ക് എല്ലാത്തിനും സൂപ്പർ പ്രൊഡക്റ്റുകൾ ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ് നിങ്ങളെ കയ്യിലേക്ക് ഞങ്ങൾ തരുന്നത്. അത് കൃത്യമായിട്ട് പഠിപ്പിച്ച് നിങ്ങളെ ഒരു എന്താ പറയാ നല്ലൊരു വെൽനസ് ട്രെയിനർ ആയിട്ടും അതുപോലെ തന്നെ ഒരു മില്ലിയനർ ആയിട്ടും മാറ്റാനുള്ള എല്ലാ അവസരവും ഇവിടെ ഉണ്ട്. കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. എനിവേ, ആരെങ്കിലും ഇനി നമ്മളെ ലീഡേഴ്സിൽ ആരെങ്കിലും പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. സിയാൽ സാർ ഉണ്ടോ? പ്രോഗ്രാമിലുണ്ടോ? ഞാൻ ഉണ്ട്, പക്ഷെ അടുക്കളയിലാണ്, സോറി. ഓക്കെ ഓക്കെ. എന്താന്ന് വെച്ചാലേ നമ്മളെല്ലാം പാർട്ട് ടൈമർ ആണ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പ്രോഗ്രാമിന്റെ MC ആണ് ഞാൻ. പക്ഷെ എന്റെ മോനിപ്പോ ഇങ്ങനെ ബുദ്ധിമുട്ട് ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് എന്നാലും ഇതുകൊണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് പുതിയ ആളുകൾ ആരെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവരൊന്ന് സംസാരിച്ചോട്ടെ. ഓക്കെ പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2 വാക്ക് നിങ്ങൾക്ക് തോന്നിയ കാര്യം ഒന്ന് പറയാ. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? കാരണം അറിയാലോ, പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ട് ഈ ഇതുപോലെയുള്ള ഒരു 5 വയസ്സായ കുട്ടീനെ വീട്ടില് വളർത്തുന്ന ഒരാൾക്ക് ഒന്നെങ്കിൽ അതിനൊരു സാലറി കൊടുത്ത ഒരാളെ വെക്കണം 1 ലക്ഷം രൂപ വരുമാനം വാങ്ങണമെങ്കിൽ, അല്ലേ? അപ്പൊ എനിക്ക് ഈ ഒരു കുഞ്ഞിനെ നോക്കാം, അവന് ഉമ്മാന്റെ എല്ലാ കെയറിങ്ങും കിട്ടിക്കൊണ്ട് ഉമ്മാന്റെ അക്കൗണ്ടിൽ വരുന്ന വരുമാനം അവന് ആസ്വദിക്കാം. അവന് വലുതാവുന്ന സമയത്താണെങ്കിലും ഉമ്മനെ ആലോചിച്ചിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം ഉമ്മ ഇവിടെ സെറ്റിൽഡ് ആണ്. അപ്പൊ ഈ രീതിയിലൊക്കെ ആവാൻ പറ്റിയത് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് പഠിച്ചതും ഈ മോദി കെയർ പ്ലാറ്റ്ഫോം തന്നെയാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഈ കമ്പനി അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും 1 ലക്ഷം രൂപയിൽ എത്താൻ പറ്റില്ല. കാരണം എങ്ങനെ നോക്കിയാലും പ്രൊഡക്റ്റ് ആണെങ്കിലും ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഇന്ത്യൻ പ്രൈസിൽ അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാ സാധാരണക്കാർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ ഇനി നോക്കുന്ന സമയത്ത് സ്ട്രഗിൾ ചെയ്യാണ്ട് നമുക്ക് എല്ലാ മാസം വരുമാനം കിട്ടാൻ കാരണം, ടീമിലൂടെ വരുമാനം കിട്ടാൻ കാരണം നമ്മളെ കമ്പനീന്റെ റീപർച്ചേസിംഗ് ആണ്. പ്രൊഡക്റ്റുകൾ റീപർച്ചേസ് ചെയ്ത് ആളുകൾ വീണ്ടും ഉൽപ്പന്നങ്ങൾ തീരെയും വീണ്ടും വാങ്ങിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ സെക്യൂർ ആണ്. വരുമാനത്തിന്റെ കാര്യത്തിൽ നമുക്കിവിടെ സേഫ് ആണ് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം അത്രയും അടിപൊളിയായിട്ട് ഈ ഒരു ബിസിനസ് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇതിനെ വിശ്വസിച്ച് വരുമാനത്തിൽ സെക്യൂർ ആയിട്ടാണ് നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, പുതുതായിട്ടുള്ള ആരെങ്കിലും പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ ഒരുപാട് ലീഡേഴ്സ് നിങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എല്ലാവരും സാധാരണക്കാരാണ്. അവരാണ് ഇത്രയും വലിയ ലക്ഷ്യങ്ങളെ കഥ പറയുന്നത്, അല്ലെ? അവർ വാങ്ങിച്ച വരുമാനത്തിന്റെ ഞാൻ നോക്കുന്ന സമയത്ത് 2024 ഒരു കാനറ ബാങ്ക് അക്കൗണ്ട് ഞാൻ എടുത്തത്, എനിക്കൊരു അക്കൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. അക്കൗണ്ട് എടുത്തത് ഈ ഒരു ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ടാണ്. ഈ അക്കൗണ്ടിലേക്ക് വരുമാനം വന്നത് മോദി കെയറിന് മാത്രമാണ് കേട്ടോ. അല്ലാണ്ട് ഒരാളും ഒരു എമൗണ്ടും ഇടാനില്ല. കാരണം ഹസ്ബൻഡ് നാട്ടിലായിരുന്നു, അതുകൊണ്ട് തന്നെ വേറൊരാളും ക്യാഷ് ഇടാനില്ല. മോദി കെയറിന് മാത്രം വന്ന ഇൻകം നോക്കുന്ന സമയത്ത് ഇന്നിപ്പോ ഏകദേശം 70 ലക്ഷത്തിന്റെ മുകളിൽ മോദി കെയറിന് മാത്രം എന്റെ വരുമാനം ആ ഒരു അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെ കിട്ടും? എനിവേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സംസാരിക്കുക, അല്ലെ നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. മാഡം, എനിക്കല്ലാതെ ഫീൽ ചെയ്തു. ഓക്കെ, എന്ത് ചെയ്തെന്നറിയാം? മുംതാസ് മാഡത്തിന്റെ വലിയ സ്വപ്നങ്ങൾ
ഓക്കെ, താങ്ക് യു. നുസ്രത്ത് മാഡത്തിന്റെ ഇപ്പോഴുള്ള ഈ ലാസ്റ്റ് പറഞ്ഞില്ലേ, ഒരു കുഞ്ഞിനെ മടിയിൽ വെച്ചുങ്ങാണ്ട്